السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് എന്ന കിതാബ് അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് 3 കാര്യം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4ാമത്തെ കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. 105-ാമത്തെ പേജിൽ മസബ്ബത്തു ദഹ്രി വനഹ്വിഹി എന്നതാണ് ചെറിയ ഷിർക്കായി പരിചയപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങൾ. മസബ്ബത്തു ദഹ്രി, കാലത്തെ ചീത്ത പറയുക, പഴിക്കുക. വനഹ്വിഹി, അതുപോലുള്ളതിനെയും, കാലത്തെ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സൃഷ്ടികളെ പഴിക്കുക, ചീത്ത പറയുക, ആക്ഷേപിക്കുക. ഇത് യഥാർത്ഥത്തിൽ തൗഹീദിൽ വരുന്ന ഒരു ന്യൂനതയുടെ ഫലമായി ഉണ്ടാകുന്നതാണ് എന്നാണ് ശൈഖ് ഹഫിളഹുല്ലാഹ് ഇവിടെ പഠിപ്പിക്കുന്നത്. നസ്തമിറു ഫി ബയാനി അഷ്യാഅ യർതകിബുഹാ ബഅദുൻ നാസി ബിഹുക്മിൽ ആദ വഹിയ മിമ്മാ യുൻഖിസു തൗഹീദ അയ്ളൻ വയസിഉ ഇലൽ അഖീദ. പൊതുവെ ഒരു ആദത്ത്, ഒരു സമ്പ്രദായം, പതിവ് എന്ന നിലയ്ക്ക് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ അഖീദക്ക് ദോഷകരമായി പോരായ്മകൾ വരുത്തുന്നതുമായ കാര്യങ്ങളാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വമിൻ ഹാദിഹിൽ അഷ്യാഇ മസബ്ബത്തു ദഹ്രി, ഇതിൽ പെട്ടതാണ് കാലത്തെ ചീത്ത പറയുക. മസബ്ബത്ത്, സബ്ബ്, ചീത്ത പറയുക. മസബ്ബത്തു ദഹ്രി, ദഹ്റ് കാലം, കാലത്തെ ചീത്ത പറയുക. ഓ മസബ്ബത്തു രീഹി, കാറ്റിനെ ചീത്ത പറയുക. ഒമ അഷ്ബഹ ദാലിക, അതുപോലുള്ളതിനെയുമൊക്കെ ചീത്ത പറയുക. മഴയെ ചീത്ത പറയുക, കാറ്റിനെ ചീത്ത പറയുക. അതേപോലെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില സൂര്യനെ അല്ലെങ്കിൽ ചന്ദ്രനെ അല്ലെങ്കിൽ രാത്രിയെ, പകലിനെ, ഇങ്ങനെയൊക്കെയുള്ള പല സൃഷ്ടികളെയും ചീത്ത പറയാം. യഥാർത്ഥത്തിൽ അവക്കൊന്നും സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാനുള്ള സിസ്റ്റമില്ല. അല്ലാഹു തആലയാണ് അതിനെല്ലാം അവിടെ പ്രവർത്തിപ്പിക്കുന്നത്. അബുദ്ദേശിക്കുമ്പോൾ കാറ്റുണ്ടാകും, അബുദ്ദേശിക്കുമ്പോൾ മഴയുണ്ടാകും. മഴയ്ക്ക് പ്രത്യേകിച്ച് അവിടെ ഒരാളെ ബുദ്ധിമുട്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ട് മഴയ്ക്ക് പോലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ മുദബ്ബിർ അല്ലാഹു തആലയാണ്. അപ്പോൾ അതിന് ചീത്ത പറയുമ്പോൾ ഒരർത്ഥത്തിൽ ആ ചീത്ത ചെന്ന് പതിക്കുന്നത് പടച്ച റബ്ബിലേക്കാണ്. കാരണം ഈ മഴ, നശിച്ചൊരു മഴ എന്ന് പറയുമ്പോൾ മഴയ്ക്ക് പ്രത്യേകിച്ച് റോളില്ലല്ലോ. ഇവിടെ മഴ കുറച്ച് അധികമാണ്, നിർത്തട്ടെ തീരുമാനിക്കാൻ മഴയ്ക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. അല്ലാഹു തആല എത്ര മഴയാണോ, എപ്പോഴാണോ, എവിടെയാണോ, എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുണ്ടാവാന്നല്ലാതെ. അപ്പോൾ ആ മഴയെ ചീത്ത പറയാമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ മഴ അയച്ചവനെ ചീത്ത പറയാന്നാണ്. കാറ്റിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ കാറ്റ് അയച്ചവനെ ആക്ഷേപിക്കാണ്. പിന്നെ ഉദ്ദേശം ഉണ്ടാവില്ല, പറയണക്ക് പറഞ്ഞ അല്ലാതെ ചീത്ത പറയാൻ ഉദ്ദേശമൊന്നുമില്ല. എന്നാലും ആ പദം ഒരു സുഉൽ അദബ്, മോശമായ ഒരു തെറ്റായ അദബിൻ്റെ ഭാഗമായുള്ള പദപ്രയോഗമാണ്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്. മിൻ ഇസ്നാദിൽ ദമ്മി ഇലൽ മഖ്ലൂഖാത്തി, ആക്ഷേപം സൃഷ്ടികളിലേക്ക് ചേർക്കുക. ഫീമാ ലൈസ ലഹാ ഫീഹി തസറുഫുൻ, ആ സൃഷ്ടിക്ക് ഒരു ക്രയവിക്രയവും ഇല്ലാത്ത കാര്യങ്ങളിൽ. എന്നുവെച്ചൊരു മനുഷ്യൻ നമ്മളെന്തെങ്കിലും കാട്ടി ഓൻ നമ്മൾ ആക്ഷേപിച്ചു, അത് ഓന് ഇഖ്തിയാറുണ്ട്, സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. ഓന് ചെയ്യാനും ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അങ്ങനെ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളിൽ ആ കാര്യം നടന്നു എന്നതിൻ്റെ പേരിൽ ഒരു സൃഷ്ടി ആക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ സൃഷ്ടിയല്ല അവൻ ആക്ഷേപിക്കുന്നത്. ആ സൃഷ്ടി അതിനെ വിനിയോഗിച്ച അത് നിമിത്തമാക്കിയ റബ്ബിനെയാണ് അവൻ ആക്ഷേപിക്കുക. ഫയകൂനു ഹാദൽ ദമ്മു ഫിൽ ഹഖീഖത്തി, അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ആക്ഷേപം മുവജ്ജിഹൻ ഇലല്ലാഹി സുബ്ഹാനഹു, അത് അല്ലാഹുവിലേക്കാണ് യഥാർത്ഥത്തിൽ തിരിക്കുന്നത്. ലിഅന്നഹു അൽ ഖാലിഖുൽ മുത്തസദ്ദിഫ്, അല്ലാഹുവാണ് ഖാലിഖ്, അവനാണ് മുത്തസദ്ദിഫ്, കൈകാര്യകർത്താവ്,
അവനാണ്, സൃഷ്ടാവ് അവനാണ്. അല്ല സൃഷ്ടിച്ചു, അല്ല അതിനെ നിയന്ത്രിച്ചു, റബ്ബ് അതിനെ നിയോഗിച്ചു, അത്രയേ ഉള്ളൂ. ആ സൃഷ്ടിക്കതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല, അധികാരമില്ല. ഖാല അല്ലാഹു തആല അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞു, വഖാലു മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹ്യാ വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹർ വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യദുന്നൂൻ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറയുമായിരുന്നു. വഖാലു, അവർ പറയുന്നു, മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, നമ്മുടെ ഐഹിക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമൊന്നുമില്ല. നമൂതു വനഹ്യാ, നമ്മളോട് മരിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹർ, നമ്മെ നശിപ്പിക്കുന്നത് കാലമല്ലാതെ മറ്റൊന്നുമല്ല. ഇതിന് വേക്കിൽ അങ്ങനെ ഒരു പുനർജീവിതം, പിന്നെ പരലോകം, അതൊന്നുമില്ല. അതങ്ങനെ രാവും പകലും മാറി 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 വരുമ്പോൾ ആളുകളുടെ പ്രായം കൂടും, അത് സമയമാകുമ്പോൾ അങ്ങനെയാണ് മരിച്ചു പോകും. പ്രകൃതിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞ ദഹ്രിയാക്കൾ, പ്രകൃതിവാദമുള്ള ആളുകൾ മക്കയിലെ മുശ്രിക്കുകൾ ഉണ്ടായിരുന്നു. പരലോകമില്ല എന്ന് വാദിക്കുന്ന, പടച്ച റബ്ബിൻ്റെ അസ്തിത്വത്തെ പോലും നിഷേധിക്കുന്ന ആളുകൾ അവരിലുണ്ടായിരുന്നു. എല്ലാവരുമല്ല, മക്കയിലെ ആളുകൾ പല ടൈപ്പാണ്. മക്കയിലെ ആളുകൾക്ക്, അറബികൾക്ക് മൊത്തം ഒരേ വിശ്വാസമൊന്നുമല്ല, പലതരം വിശ്വാസമുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ട്. പരലോക വിശ്വാസമുള്ളവരുണ്ട്, പരലോകം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഇനി പരലോകം ഉണ്ടെങ്കിൽ തന്നെ ദുന്യാവിൽ നമുക്കതിന് സുഖമാണല്ലോ, ഇവിടെ സുഖമുള്ളവർക്ക് അവിടെയും സുഖം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്മാരും ഓരോ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, പിന്നെ അപ്പോൾ അവിടെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ഒന്നിലേറെ ദൈവങ്ങളെ സ്വീകരിച്ചവർ, വലിയ ദൈവമായിട്ട് പഠിച്ചവരെ സ്വീകരിച്ചവർ, ആ റബ്ബിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മറ്റു ദൈവങ്ങളെ സ്വീകരിച്ചവർ, പഠിച്ചവരെ പൂർണ്ണമായും നിഷേധിച്ചവർ എല്ലാം ഉണ്ട് മക്കയിലെ അറബികൾ, മുശ്രിക്കീങ്ങളിൽ. അപ്പം ഇവർ പറയുമായിരുന്നു, വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹ്റു, കാലമല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ല എന്നവർ പറയുമായിരുന്നു എന്ന് അല്ലാഹ് പറഞ്ഞു. വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ, യഥാർത്ഥത്തിൽ അവർക്കത് ആ വിഷയത്തിൽ ഒരറിവുമില്ല. ഇൻഹും ഇല്ലാ യദുന്നൂൻ, അവർ ഊഹിച്ച് പറയുക മാത്രമാണ്. എന്തടിസ്ഥാനത്തിൽ അവർ പറയണമെന്ന് വെച്ചാൽ അടിസ്ഥാനമൊന്നുമില്ല. അത് കൃത്യമായി ബോധ്യപ്പെട്ട് പ്രമാണം അടിസ്ഥാനമാക്കി പറയാണോ? അല്ല, അത് അവരുടെ ഒരു ഊഹം, ഒരു വിചാരം അതാണ് എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ള പറഞ്ഞു. ഫഖദ് കദ്ദബൂ ബിൽ ബഅസി, അവർ പുനർജന്മത്തെ നിഷേധിച്ചു, കളവാക്കി. വഖാലു മാ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ഈ ദുന്യാവിലെ ജീവിതമല്ലാതെ മറ്റൊന്നുമില്ല എന്നവർ പറഞ്ഞു. അല്ലതീ നഹ്നു ഫീഹാ, നമ്മളിപ്പോൾ ഉള്ള ഈ ജീവിതം അതേ ഉള്ളൂ. ലൈസ ഹുനാക ഹയാത്തുൻ സിവാഹ, ഇതല്ലാത്തൊരു ജീവിതം ഇല്ല. നമൂതു വനഹ്യാ, നമ്മൾ മരിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. അഥവാ ഐ യമൂതു ഖൗമുൻ വയഈഷു ആഖറൂൻ, ഒരു വിഭാഗം മരിച്ചു പോകുന്നു, മറ്റൊരു വിഭാഗം ഇവിടെ ഉണ്ടായി ജീവിച്ചു വരുന്നു എന്ന് മാത്രം. തലമുറ അങ്ങനെ മാറി മാറി വരും. വഹാദാ മിൻഹും ഇൻകാറുൻ ലിവുജൂദിൽ ഖാലിഖിൽ മുതസർരിഫി, അത് സൃഷ്ടാവായ കൈകാര്യകർത്താവായ ഒരുത്തനെ നിഷേധിക്കലാണ്. വറദ്ദു ജറിയാനിൽ ഹവാദിസി ഇല ത്വബീഅതി, കാര്യങ്ങളുടെ സഞ്ചാരം പ്രകൃതി കൊണ്ടാണ്, ആ പ്രകൃതിയിലേക്ക് അതിനെ മടക്കലുമാണ്. വലിഹാദാ ഖാലു, അതുകൊണ്ടാണ് അവർ പറഞ്ഞത് വമാ യുഹ്ലികുനാ ഇല്ലാ അദ്ദഹർ, കാലമല്ലാതെ നശിപ്പിക്കുന്നില്ല. ഐ ലാ യുഫ്നീന ഇല്ലാ മുറൂറുൽ ലയാലി വൽ അയ്യാം, രാപ്പകലുകളുടെ മാറ്റമാണ് നമ്മെ നശിപ്പിക്കുന്നത്. പ്രായം കൂടുന്നത്, രോഗമുണ്ടാകുന്നത്, മരിച്ചു പോണത്, അതൊക്കെ പ്രകൃതിയുടെ ഒരു പ്രതിഭാസം എന്നല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുമായിരുന്നു. ഫനസബു അൽ ഇഹ്ലാഖ് ഇല ദഹ്രി, അവർ ഈ നശിപ്പിക്കുക എന്നതിനെ കാലത്തിലേക്ക് ചേർത്തി. അലാ സബീലി ദമ്മി ലഹു, ആ കാലത്തെ ആക്ഷേപിക്കുന്ന മട്ടിൽ, കാലമാണ് നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് നശിപ്പിക്കുക എന്ന പണി ചെയ്യുന്നത് കാലമാകുന്നു എന്നവർ പറഞ്ഞു. വഇന്നമാ ഖാലു ഹാദൽ ഖൗല, യഥാർത്ഥത്തിൽ ഈ വാക്ക് അവർ പറഞ്ഞതോ അൻ ജഹ്ലിൻ വതഖറുസിൻ, അറിവില്ലായ്മ കൊണ്ടാണ്. അത് കേവലം മതിപ്പ് പറഞ്ഞതാണ്. ലാ അൻ ഇൽമിൻ വബുർഹാനിൻ, അറിവിനടിസ്ഥാനത്തിലോ തെളിവിനടിസ്ഥാനത്തിലോ പറഞ്ഞതല്ല. ലിഅന്നൽ ബുർഹാന യറുദ്ദു ഹാദൽ ഖൗല വയുബ്തിലുഹു, കാരണം തെളിവ് യഥാർത്ഥത്തിൽ ഈ വാദം ശരിയല്ല എന്നതിനാണ് തെളിവുള്ളത്, ഇത് ബാത്തിലാക്കാനാണ് തെളിവുള്ളത്. വലിഹാദാ റദ്ദല്ലാഹു അലൈഹിം ബിഖൗലി, അതുകൊണ്ടാണ് അല്ലാഹു തആല മറുപടി പറഞ്ഞത് വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യദുന്നൂൻ എന്നവർക്ക് മറുപടി അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ അവരുടെ ഈ വാദം തെളിവടിസ്ഥാനത്തിലല്ല, കൃത്യമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ല, കേവലം ഒരു ധാരണ, ഒരു മതിപ്പിട്ട് പറയുക മാത്രമാണ്. വകുല്ലു ഖൗലിൻ ലാ യംബനി അലാ ഇൽമിൻ വബുർഹാനിൻ ഫഹുവ ഖൗലുൻ ബാത്തിലുൻ മർദൂദുൻ.
വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ വാദങ്ങളും അതൊക്കെ ബാത്തിലാണ്, തള്ളപ്പെടേണ്ടതുമാകുന്നു. വൽ ബറാഹീനു തദുല്ലു അലാ അന്ന മാ യജ്രി ഫിൽ കൗനി ലാ ബുദ്ദ ലഹു മിൻ മുദബ്ബിരിൻ ഹകീമിൻ ഖാദിരിൻ വഹുവ അല്ലാഹു സുബ്ഹാനഹു വതആല. യഥാർത്ഥത്തിൽ തെളിവുകൾ ന്യായപ്രകാരം അന്വേഷിക്കുകയാണെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെടുന്നത് ഈ പ്രപഞ്ചം ഫിൽ കൗനി അന്ന മാ യജ്രി ഫിൽ കൗനി, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ലാ ബുദ്ദ ലഹു മിൻ മുദബ്ബിരിൻ, അത് നിയന്ത്രിക്കുന്ന ഒരുത്തൻ ഉണ്ടായേ പറ്റൂ എന്നാണ് മനുഷ്യൻ്റെ അന്വേഷണം ബോധ്യപ്പെടുത്തുക. ഹക്കീമിൻ, ആ മുദബ്ബിർ ഹക്കീമായിരിക്കണം. ഖാദിരിൻ, ഖാദിറുമായിരിക്കണം, കഴിവുള്ളവനായ ഹിക്മത്തുള്ളവനായ ഒരു മുദബ്ബിറില്ലാതെ ഈ പ്രപഞ്ചം ഇത്ര കൃത്യമായി പോവുകയില്ല എന്നാണ് തെളിവ് പഠിപ്പിക്കുന്നത്. വഹു അല്ലാഹു സുബ്ഹാനഹു വതആല, അവനാണ് അല്ലാഹു, ആ മുദബ്ബിറാണ് അല്ലാഹ്. ഇത്ര സൂക്ഷ്മമായ പ്രപഞ്ചം, ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും അതിന് ചലനങ്ങളും ഇതെല്ലാം വളരെ കൃത്യമായി ഇങ്ങനെ പോകുന്നത് അത് കൺട്രോൾ ചെയ്യാൻ ഒരുത്തനുള്ളത് കൊണ്ടാണ്. ലോകത്ത് ഏത് കാര്യവും കൺട്രോൾ ചെയ്യാൻ ആൾ വേണമല്ലോ. അല്ലെങ്കിൽ നമ്മളവിടെ പോയാൽ നമുക്കറിയാമോ, ഒരു നാഥനില്ലെങ്കിൽ അവിടെ കയറി വയ്ക്കാൻ അറിയാം. ഒരു വീട്ടിലാണെങ്കിൽ പോലും അവിടെ ചെന്നൊക്കെ നമ്മൾ പറയും, എന്താ ഇവിടെ അവിടെ നാഥനില്ലാത്ത പോലെ ആകെ ഡിസോർഡർ ആണല്ലോ എന്ന് പറയും. ഒരു നാഥനുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോഴത്തേന് അതിൻ്റെ ഒരു തർത്തീപം അവിടെ കാണും. അപ്പം എല്ലാം കൃത്യമായി, എല്ലാം വ്യവസ്ഥാപിതമായി വളരെ മര്യാദക്കൊരു കാര്യം നടക്കുന്നുവെങ്കിൽ അതിനർത്ഥം നടത്തുന്ന ആരോ ഉണ്ട് എന്നാണ്. ഒരു പള്ളിയാണെങ്കിൽ ഒരാൾ, ഒരു കമ്മിറ്റി, അല്ലെങ്കിൽ ഇമാമ്, ഒരു ഖത്തീബ്, ആരുണ്ടാവൂടെ, ഒരാളും കൈകാര്യം ചെയ്യാനില്ല. അതൊരു പള്ളി ഇങ്ങനെ കൃത്യമായി അങ്ങനെ പോകുന്നു, സിസ്റ്റമാറ്റിക്കലി എങ്ങനെ കൃത്യമായി പോകുമ്പോൾ ഇന്നാളെ ലേറ്റ് എത്തും, അത് വൃത്തികേടാകുമ്പോൾ വൃത്തിയാവും, അങ്ങനെ ഓരോന്ന് ആ സമയത്തങ്ങനെ സ്വയം മറന്നു പോകും എന്നൊന്നും ഉണ്ടാവുമോ? അതുണ്ടാവില്ല. അങ്ങനത്തെ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ബുദ്ധി അല്ലെങ്കിൽ പ്രമാണം, തെളിവ് അറിയിക്കുന്നത് ഇതിനെല്ലാം ഒരു മുദബ്ബിർ വേണം. മുദബ്ബിർ വേണമെന്ന് മാത്രമല്ല, ആ മുദബ്ബിർ ഹക്കീമായിരിക്കണം, സൂക്ഷ്മജ്ഞാനിയായ മുദബ്ബിറായിരിക്കണം. അല്ലെങ്കിൽ ആ മുദബ്ബിറിൻ്റെ അറിവുകേട് അതിൽ കാണും. വിവരമില്ലാത്ത ഒരുത്തരാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് വേഗം മനസ്സിലാവും. ഡ്രൈവിംഗ് അറിയാത്ത വണ്ടി ഓടിച്ചാൽ, അല്ലെങ്കിൽ പ്രായപൂർത്തിയും പക്വതയില്ലാത്ത ബുദ്ധിയില്ലാത്ത ഓടിച്ചാൽ, അല്ലെങ്കിൽ ലഹരി ബാധിച്ച വണ്ടി ഓടിച്ചാൽ വേഗം മനസ്സിലാവും. വണ്ടി പോകേണ്ട നമ്മൾ പറയുമല്ലോ, എത്തപ്പോൾ ചങ്ങായി ഒരു ഡ്രൈവിങ് ഇവിടെ ഒരു നല്ല രക്കല്ലേക്കും, ലേശം കുടിച്ചു പോണ പോലെ ഉണ്ട് നമ്മൾ പറയും. അപ്പം ഹക്കീമാവണം, മുദബ്ബിർ സൂക്ഷ്മജ്ഞാനിയാവണം. അത് ഈ പ്രപഞ്ചം കണ്ടാൽ മനസ്സിലാവും, ഒരു ഹക്കീമായ മുദബ്ബിർ ഇതിനുണ്ട്. മാത്രവുമല്ല ഖാദിറാവണം, കഴിവുള്ളവനാകണം. കഴിവില്ലാത്ത അശക്തനാണെങ്കിലോ അതും അയിമ കാണും. ഇതാണ് തെളിവ് അറിയിക്കുന്ന കാര്യം. ഇതെല്ലാം ഉള്ള മുദബ്ബിർ ആരാ? വഹുവ അല്ലാഹു സുബ്ഹാനഹു വതആല, അവനാണ് അല്ലാഹു തആല. അപ്പോൾ അവൻ ഹക്കീമാണ്, അവൻ ഖാദിറാണ്, അവൻ അലീമാണ്, സമീആണ്, ബസീറാണ്, ലത്തീഫാണ്, ഖബീറാണ്, ഖാദിറാണ്, മുഖ്തദിറാണ്. ഇതെല്ലാം ഉള്ളവനെ ഈ ലോകം തദ്ബീർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതൊന്നില്ലാത്തവന് തദ്ബീർ ചെയ്യാൻ കഴിയൂല. ഇവിടെ ബുദ്ധിയില്ലാത്തവനാ പമ്മാട്ടിന് മുദബ്ബിർ ആലം. ഇത് അസലിന് എതിരാണ്. ബുദ്ധിയില്ലാത്തവന് മുദബ്ബിർ ആലം, ലോകം നിയന്ത്രിക്കുന്ന ആളാണ്. അതുണ്ടാവില്ല, അതൊരിക്കലും സംഭവ്യമല്ല. ഫകുല്ലു മൻ സബ്ബ ദഹ്റ വനസബ ഇലൈഹി മിൻ ഹവാദിസ്, ഫകുല്ലു മൻ സബ്ബ ദഹ്റ, അതുകൊണ്ട് കാലത്തെ ചീത്ത പറയുന്ന എല്ലാവരും, വനസബൽ ഹവാദിസ വനസബ ഇലൈഹി ശൈഅൻ മിൻ ഹവാദിസി, കാര്യങ്ങളെ, പ്രവർത്തനങ്ങളെ ആ കാലത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ, പ്രകൃതിയിലേക്ക് ചേർക്കുന്ന ആളുകൾ, ഫഖദ് ശാറക്കൽ മുശ്രികീന വദ്ദഹ്രിയത ഫീ ഹാദൽ വസ്ഫിൽ ദമീം, പ്രകൃതിവാദികളും മുശ്രിക്കുകളുമായ ആളുകളോടാണ് അവൻ യഥാർത്ഥത്തിൽ പങ്കുചേരുന്നത്. ഓല വാദമാണ് അവൻ ഇവിടെ പറയുന്നത്, അല്ലാതെ ശരിയായ വാദമല്ല. വഇല്ലം യുശാരിക്കുഹും ഫീ അസ്ലിൽ ഇഅ്തിഖാദ്, അടിസ്ഥാന വിശ്വാസത്തിൽ അവരോട് ചേരുന്നില്ലെങ്കിലും, അവന് പ്രകൃതിവാദമൊന്നുമില്ല, അവന് പ്രകൃതിവാദിയല്ല, അവൻ നിരീശ്വരവാദിയല്ല, അല്ലാഹുവിന്റെ വിശ്വാസമുണ്ട്, ഇബാദത്ത് എടുക്കുന്ന മനുഷ്യരാണ്, മുത്തഖിയാണ്, എന്നാൽ പോലും ഈ വാക്കിലൂടെ അവൻ പങ്കുചേരുന്നത് അവരോടാകുന്നു. കാരണം അവർക്കേ അത് പറയാൻ പറ്റുള്ളൂ. ഇവനൊരു പക്ഷേ ശ്രദ്ധിക്കാതെ പറയിക്കും, ഇവൻ്റെ വിശ്വാസം അള്ളയാണ് മുദബ്ബിറാണ്, കാലം മുദബ്ബിറല്ല എന്നൊരു വിശ്വാസമുണ്ട്. എന്നാലും അവൻ്റെ ഈ ഒരു വാക്ക് അവരുടെ വാക്കാണ്, അത് അവരോട് അവൻ തുല്യപ്പെടുകയാണ് ചെയ്യുന്നത്. വഫി സ്വഹീഹൈനി വഗൈരിഹിമാ, സ്വഹീഹൈനിയിലും അല്ലാത്തതിലും വന്നിട്ടുണ്ട്. ഏതാ സ്വഹീഹൈനി? സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം. വഗൈരിഹിമാ, അതല്ലാത്ത ഹദീസ് കിതാബിലും വന്നൊരു ഹദീസാണ്.
عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال الله تعالى. ഹദീസ് അബൂ ഹുറൈറ പറഞ്ഞു ഖാല റസൂലുള്ളാഹ്, നബി തങ്ങൾ പറഞ്ഞുവെന്ന്. നബി എന്തു പറഞ്ഞു? ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞുവെന്ന്. അഥവാ ഹദീസ് എന്താ പറയാ? ഖുദ്സിയ ഹദീസ്. അല്ലാഹ് പറയുന്നു, യുഅ്ദീനി ഇബ്നു ആദം, ആദമിൻ്റെ മക്കൾ എന്നെ പ്രയാസപ്പെടുത്തുന്നു. അവൻ കാലത്തെ ചീത്ത പറയുന്നു. കാലത്തെ ചീത്ത പറയുക വഴി അവൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. ഞാനാണ് കാലം, അഥവാ രാവിലെയും പകലിനെയും മാറ്റിമറിക്കുന്നവൻ ഞാനാകും. ഞാനാണ് കാലം എന്ന അർത്ഥം അല്ല കാലമാണെന്നല്ല. കാലത്തെ നിയന്ത്രിക്കുന്നത്, രാവും പകലും മാറ്റിമറിക്കുന്നത് അത് അള്ളാഹുവാണ്. പക്ഷെ എന്നിരിക്കെ അവൻ കാലത്തെ ചീത്ത പറയുന്നു. അഥവാ ആ ചീത്ത ആർക്കാണ്? അള്ളാഹു. അപ്പൊ അള്ളാഹ് പറയും, എന്നെ അവൻ ഉപദ്രവിക്കുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. അള്ളാഹനെ ഉപദ്രവിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല. ഓൻ പറഞ്ഞത് കാലത്തിനാണ്. പക്ഷേ കാലത്തെ അങ്ങനെ ചെയ്തതാരാ? അള്ളാഹുവാണ്. അതുകൊണ്ട് കാലത്തെ പഴിക്കാൻ പാടില്ല. ദുഷിച്ച കാലം, നശിച്ച കാലം ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. കാലം നശിക്കുന്നില്ല, കാലം ദുഷിക്കുന്നില്ല. അലീബ് അബീ ത്വാലിബ് ഖലീഫയായപ്പോൾ ഒരുത്തൻ അവിടുന്ന് പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ഖത്താബ് ഖലീഫായ കാലത്ത് ഇത്ര മോശമായിട്ടില്ലേ, നിങ്ങൾ ഖലീഫായപ്പോൾ ഇവിടെ പറ്റപ്പിടുത്തം വിട്ടു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓരൊക്കെ ഖലീഫായപ്പോൾ ഞങ്ങളൊക്കെ അനുയായികൾ, ഇപ്പം നിങ്ങളൊക്കെയാണ് അനുയായികൾ എന്ന് പറഞ്ഞു. അതാണ് കുഴപ്പം, വേറെ കുഴപ്പമൊന്നുമില്ല. അന്നത്തെ അനുയായികൾ ഉഷാറാണ്, ഇപ്പോൾ നിങ്ങളാണ് അനുയായികൾ. ആ പ്രശ്നമുള്ളൂ, വേറെ കാലത്തിന് വേറെ കുഴപ്പമൊന്നുമില്ല. അതാണ് നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിബാന എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. നഈബു സമാനന, നമ്മൾ നമ്മുടെ കാലത്തെ ആക്ഷേപിക്കുന്നു. വൽ ഐബു ഫീന, യഥാർത്ഥത്തിൽ അഴിബ് എവിടെയാണ്? നമ്മക്കാണ്. വമാലി സമാനിന ഐബുൻ സിബാന, കാലത്തിൽ ആകെ ഒറ്റ അഴിബേ ഉള്ളൂ. അതെന്താ? നമ്മളൊക്കെയാണ് ഈ കാലത്തുള്ളത്, ആ അഴിബേ ഉള്ളൂ, വേറെ അഴിബൊന്നുമില്ല. കാലത്തിന് എന്താ കുഴപ്പം? കാലത്തിന് കുഴപ്പമില്ല. ഈ കാലത്ത് ജീവിക്കുന്നത് നമ്മളൊക്കെയാണ്. നമുക്ക് കുറച്ച് കുഴപ്പമുണ്ട്. അപ്പം നമ്മൾ തോന്നുന്നത് കാലം ദുഷിച്ചു പോയി, ആ കെട്ടകാലമാണ്, ദുഷിച്ച കാലമാണ്, സത്യാനന്തര കാലമാണ്. അതൊന്നുമില്ല. കാലം പടച്ച റബ്ബ് കൈകാര്യം ചെയ്ത് പോവുകയാണ്. അതിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളായിരിക്കും നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവുക. എന്നിട്ട് ആ മനുഷ്യൻ തന്നെ കാലത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം അത് ശരിയല്ല എന്നാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, ലാ തസുബ്ബുദ്ദഹ്റ, നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവദ്ദഹ്റു, അല്ലാഹു ആകുന്നു കാലം എന്നും റിപ്പോർട്ടിലുണ്ട്. ഫദല്ലൽ ഹദീസ്, ഈ ഹദീസ് അറിയിക്കുന്നു, അലാ അന്ന മൻ സബ്ബദ്ദഹ്റ ഫഖദ് ആദല്ലാഹ സുബ്ഹാന, കാലത്തെ ചീത്ത പറയുന്നവൻ അല്ലാഹുവിനെയാണ് അവൻ ഉപദ്രവിക്കുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്. ലഅന്ന സബ്ബ യത്തജിഹു ഇലാ മുദബ്ബിൽ ഹവാദിസി വൽ വഖാഇഇ വഖാലിഖിഹാ, കാരണം ഈ ചീത്ത അത് യത്തജിഹു, അത് തിരിയുന്നത്, അഭിമുഖീകരിക്കുന്നത് ഇലാ മുദബ്ബിൽ ഹവാദിസ്, ഈ കാര്യങ്ങളുടെ നിയന്താവിലേക്കാണ്. വൽ വഖാഇഇ, സംഭവങ്ങളുടെയും, വഖാലിഖിഹാ, അതിൻ്റെ സട്ടാവിലേക്കുമാണ്. വദ്ദഹ്റു, ദഹ്ർ കാലം എന്ന് പറഞ്ഞാൽ ഇന്നമാ ഹുവ ളർഫുൻ വ മഹല്ലുൻ വ ഖൽഖുൻ മുദബ്ബറുൻ, കാലം എന്ന് ശരിക്കുന്ന ളർഫുൻ വ മഹല്ലുൻ, അതൊരു സന്ദർഭം, ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. കാലം എന്നത് ഒരു സന്ദർഭമാണ്, ഒരു സമയമാണ്. അത് വ ഖൽഖുൻ മുദബ്ബറുൻ, നിയന്ത്രിക്കപ്പെടുന്ന സൃഷ്ടിയുമാണ്. ഖൽഖാണ്, നിയന്ത്രിക്കപ്പെടുന്നൊരു മുദബ്ബർ അല്ല മുദബ്ബർ, നിയന്ത്രിക്കപ്പെടുന്ന. മുദബ്ബിർ നിയന്ത്രിക്കുന്നവൻ, മുദബ്ബർ നിയന്ത്രിക്കപ്പെടുന്നത്. അപ്പം നിയന്ത്രിക്കപ്പെടുന്ന ഒരു സൃഷ്ടിയാണ് കാലം. ലൈസ ലഹു ശൈഉൻ മിന തദ്ബീർ, അതിന് പ്രത്യേകിച്ച് നിയന്ത്രണങ്ങൾ ഒരു അധികാരവും ഇല്ല. കാലത്തിനങ്ങനെ തദ്ബീറില്ല, ദഹ്റിന് തദ്ബീർ നിയന്ത്രണാധികാരമില്ല. വലിഹാദാ ഖലല്ലാ, അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത് വഅനദ്ദഹ്റു, ഞാനാണ് കാലം, ഉഖല്ലിബുൽ ലൈല വന്നഹാർ എന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഫഖൗലുഹു സുബ്ഹാന ഉഖല്ലിബുൽ ലൈല വന്നഹാർ എന്ന വാക്ക് തഫ്സീറുൻ ലിഖൗലിഹി വഅനദ്ദഹ്റു, ഞാനാണ് കാലം എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമാണത്. ഞാനാണ് കാലം, അല്ല കാലമാകുമോ ചോദിച്ചാൽ അല്ല കാലാണെന്നല്ല. അതിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ഹദീസിന് വന്നു ഉഖല്ലിബുൽ ലൈല വന്നഹാർ. അപ്പം ഇതിന് തഫ്സീറാണ് ആ ഭാഗം. വകദാ ഖൗലുഹു ഫഇന്നല്ലാഹു വദ്ദഹ്റു, മറ്റേ ഹദീസ് പറഞ്ഞ അല്ലാഹു ആകുന്നു ദഹ്ർ എന്ന് പറഞ്ഞാലും ഇതേ അർത്ഥമാണ് അവിടെ.
മഅനാഹു അന്നല്ലാഹു വൽ മുതസർരിഫു, അല്ലാഹുവാണ് മുതസർരിഫ്, കൈകാര്യകർത്താവ്. അല്ലദീ യസ്രിഫു ദഹ്റ വഗൈറ, കാലത്തിനെയും അല്ലാത്തിനെയുമെല്ലാം ക്രയവിക്രയം ചെയ്യുന്ന, കൈകാര്യം ചെയ്യുന്ന നിയന്താവ് അല്ലാഹു ആകുന്നു. ഫല്ലദീ യസുബ്ബു ദഹ്റ ഇന്നമാ യസുബ്ബു മൻ ഖലഖഹു. അങ്ങനെ വരുമ്പോൾ കാലത്തെ പഴിക്കുന്നവൻ അത് സൃഷ്ടിച്ചവനെയാണ് പഴിക്കുന്നത്. വഹുവല്ലാഹു തആല വതഖദ്ദസ്, അതാവട്ടെ പരിശുദ്ധനായ അല്ലാഹു ആകുന്നു. ഖാല ബഅദു സലഫ്, ചില മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്, കാനത്തുൽ അറബു ഫീ ജാഹിലിയത്തിഹ, ജാഹിലിയ കാലത്തെ അറബികളായിരുന്നു, മിൻ ശഅനിഹാ ദമ്മുദ് ദഹരി, അവരെ ഒരു പതിവായിരുന്നു കാലത്തെ ചീത്ത പറയാം. ഐ സബ്ബുഹു ഇൻദ നവാസിലി, വിപത്തുകൾ വല്ലതൊക്കെ വന്നാൽ കാലത്തെ ചീത്ത പറയും. ഭൂകമ്പം ഉണ്ടായാൽ, അതേപോലെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ, കൊടുങ്കാറ്റടിച്ചാൽ, അതൊക്കെ കാലത്തെ ചീത്ത പറയാം, കാലത്തിലേക്ക് ചേർത്തി പറയാന്നുള്ളത് ജാഹിലിയ കാലത്തെ അറബികളുടെ ശൈലിയായിരുന്നു. ഫക്കാനു ഇദാ അസാബഹും സിദ്ദത്തുൻ ഔ ബലാഉൻ, വല്ല ബുദ്ധിമുട്ടുകളോ പരീക്ഷണങ്ങളോ വന്നാൽ ഖാലു, അവർ പറയും അസ്വാബത്തുഹും ഖവാലിഉദ് ദഹരി, കാലവിപത്ത് അവനെ ബാധിച്ചിരിക്കുന്നു പറയും, കാലവിപത്ത് ബാധിച്ചിരിക്കുന്നു. വ അബാദഹുമുദ് ദഹ്റു, കാലം അവനെ നശിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറയും. വഖാലു യാ ഖൈബത്തദ് ദഹ്ർ എന്നൊക്കെ പറയുമായിരുന്നു. യാ ഖൈബത്തദ് ദഹ്ർ, കാലത്തിൻ്റെ ഒരു നാശമേ, എന്ത് നശിച്ച കാലമാണ്, എന്ത് ദുഷിച്ച കാലമാണ് എന്നൊക്കെ അറബികൾ ജാഹിലിയ കാലത്ത് പറയാറുണ്ടായിരുന്നു. ഫയുസ്നിദൂന തിൽക്കൽ അഫ്ആൽ ഇലദ് ദഹ്രി വയസുബ്ബൂന, ഈ പ്രവർത്തനങ്ങൾ അവർ കാലത്തിലേക്ക് ചേർക്കുകയും കാലത്തെ ആക്ഷേപിക്കുകയും ചെയ്യുമായിരുന്നു. വ ഇന്നമാ ഫാഇലു ദാലിക ഹുവല്ലാഹ്, യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ഫാഇൽ അല്ലാഹുവാണ്. ഫൈദാ അളാഫു മാ നാലഹും മിന ശദാഇദി ഇലദ് ദഹ്ർ, അവർക്കുണ്ടായ വിപത്തുകളെ അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞാൽ ഫഇന്നമാ സബ്ബുല്ലാഹ അസ്സ വജല്ല, യഥാർത്ഥത്തിൽ അവർ ചീത്ത പറയുന്നത് അല്ലാഹുവിനെയാണ്. ലിഅന്ന അല്ലാഹു വൽ ഫാഇലു ലിദാലിക ഹഖീഖതൻ, കാരണം യഥാർത്ഥത്തിൽ അതെല്ലാം ചെയ്യുന്നവൻ അല്ലാഹു ആകുന്നു. ഖാല ശൈഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ റഹിമഹുല്ലാഹ് പറയുന്നു, വഖദ് ഗലത ഇബ്നു ഹസം വമൻ നഹാ നഹ്വഹു മിനൽ ലാഹിലിയ്യ ഫി അദ്ദിഹിം അദ്ദഹ്റ മിൻ അസ്മാഇൽ ഹുസ്ന. ഈ ഹദീസ് വിശദീകരിക്കുന്ന നേരത്തെ ചിലർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനാണ് കാലം എന്ന് പറഞ്ഞല്ലോ, അത് വിശദീകരിച്ചെടുത്ത് ചിലർക്ക് തെറ്റുപറ്റി. ഉദാഹരണം ലാഹിരിയാക്കൾ, ലാഹിരിയ എന്ന് പറയുന്നൊരു ടീമുണ്ട് ലോകത്ത്, അഹ്ലുസുന്നയിൽ പെട്ടവർ തന്നെയാണ്. അഹ്ലുസുന്നയിൽ തന്നെ പെട്ട എന്നാൽ ചില അബദ്ധങ്ങൾ സംഭവിച്ച വിഭാഗമാണ് ലാഹിരിയാക്കൾ. ഇബ്നു ഹസം ലാഹിരി എന്ന് പറയുന്ന പണ്ഡിതനാണ് ലാഹിരിയത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. കാര്യങ്ങളെ പ്രത്യക്ഷമായി മാത്രം നിരീക്ഷിക്കുന്നതാണ് ലാഹിരിയാക്കൾ. അതിന് സബബ് നുസൂലിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റാഴങ്ങളിലേക്ക് ഇറങ്ങാതെ ലാഹിറായി എന്താണോ കിട്ടുക അത് മാത്രം വെച്ച് അവർ തെളിവ് പറയും. അത് ഫിഖ്ഹിലൊക്കെ ഒരുപാട് തെറ്റായ മസലകൾ പറയാൻ അവർക്കത് പിന്നെ നിമിത്തമായി മാറി. അവരുടെ വാദപ്രകാരം 5 കിലോമീറ്റർ യാത്ര ചെയ്താൽ ജമ്മു കസ്റാക്കാന്നാണ്. നബിതങ്ങൾ 3 മൈൽ പുറപ്പെട്ടാൽ ജംആക്കുമായിരുന്നു, കസ്റാക്കുമായിരുന്നു എന്ന് ഇമാം ബുഖാരി ഹദീസിലുണ്ട്. 3 മൈൽ പുറപ്പെട്ടാൽ ജമ്മു കസ്റാക്കും ഹദീസിലുള്ളതാണ്. അപ്പോൾ ആ ഹദീസിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിട്ട് 3 മൈൽ പുറപ്പെട്ടാൽ മുസാഫിറായി മാറി. യഥാർത്ഥത്തിൽ യാത്ര 3 മൈലാണെന്നില്ല, യാത്ര ദീർഘമായ യാത്രയാണ്. ആ യാത്രയിൽ എപ്പോൾ തുടങ്ങും ജമ്മെടുക്കാന്നാണ്. യാത്രക്കാരൻ്റെ ആനുകൂല്യം നബി ഉപയോഗിക്കാൻ തുടങ്ങുക പരീന്നല്ല, സ്വന്തം മഹലിൽ നിന്നല്ല, പിന്നെയോ 3 മൈൽ പോയാലാണ് നബി തങ്ങൾ യാത്രക്കാരൻ്റെ ഇളവുകൾ സ്വീകരിച്ചു തുടങ്ങുക എന്നാണ് ഹദീസിന് ബാക്കി എല്ലാവരും പറഞ്ഞ വിശദീകരണം. കാരണം മറ്റു പല ഹദീസും ചേർത്ത് വെക്കുമ്പോൾ അത് മനസ്സിലാവും. അല്ലാതെ 3 മൈൽ പോയാൽ ജമ്മാക്കാട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കോട്ടപ്പാടിക്ക് പോയാൽ അങ്ങേപ്പുറത്ത് പോയാൽ ജമ്മു കസ്റാക്കാൻ പറ്റും. അപ്പം അതില്ല. ഇങ്ങനെയുള്ള ലാഹിർ വെച്ച് പറഞ്ഞുകൊണ്ട് ഒരുപാട് തക്കല്ലുഫ് നടത്തിയവരാണ് അവർ. ഖിയാസ് പ്രമാണമല്ല എന്നാണ് ലാഹിരിയാക്കളുടെ അടിസ്ഥാനം. ഖുർആൻ സുന്നത്ത് ഇജ്മാഅേ ഉള്ളൂ, ഖിയാസ് ഇല്ല, ഖിയാസ് തെളിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവരാണ് അവർ. അവരുടെ നേതാവാണ് ഇബ്നു ഹസം. അവരെ എല്ലാ രംഗത്തും പയച്ചു പോയ ആൾക്കാരൊന്നുമല്ല. ഇബ്നു ഹസം പൊതുവെ അംഗീകരിക്കപ്പെട്ട പണ്ഡിതനാണ്. എന്നാൽ ഇത്തരം ചില വ്യതിയാനങ്ങൾ സംഭവിച്ച ഏരിയ പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറയും, അത് സ്വീകാര്യമല്ല എന്ന് പറയും. അതിൽപ്പെട്ട ഒരു അബദ്ധമാണ് അദ്ദേഹം ഈ ഹദീസ് വെച്ച് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവാണ് കാലം എന്ന് അള്ളാഹ് പറഞ്ഞല്ലോ. അപ്പം അള്ളാഹിൻ്റെ പേരാകുന്നു അദ്ദഹർ എന്നാണ് ലാഹിരിയാക്കളുടെ വാദം. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പേരാണ് ദഹർ. കാരണം ഹദീസ് വന്നു വല്ലാഹു അദ്ദഹർ എന്ന് നബി പറഞ്ഞല്ലോ, അള്ളാഹു ആകുന്ന കാലം.
അതുകൊണ്ട് അള്ളാഹിൻ്റെ പേരാവുന്നു ദഹ്ർ എന്ന് അവർ വാദിച്ചു. അതാണ് വഖദ് വലത്ത ഇബ്നു ഹസം, ഇബ്നു ഹസമിന് അബദ്ധം പറ്റിയിരിക്കുന്നു. വമൻ നഹ്വഹു, അദ്ദേഹത്തിൻ്റെ ആ രീതി സ്വീകരിച്ചവർക്കും മിനൽ ലാഹിരിയ്യത്തി, ലാഹിരിയാക്കളിൽപ്പെട്ട ഈ മാർഗം സ്വീകരിച്ചവർക്കും തെറ്റുപറ്റിയിരിക്കുന്നു. ഫി അദ്ദിഹിം, അവർ എണ്ണിയതിൽ അദ്ദഹ്റ, ദഹ്റിനെ മിന അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്നയിൽ എണ്ണി, അത് അബദ്ധമാണ്. അഖ്ദൻ ബിഹാദൽ ഹദീസ്, ഈ ഹദീസാണ് അവർ തെളിവായി സ്വീകരിച്ചത്. എന്നാലോ വഖദ് ബയ്യന മഅനാഹു ഫിൽ ഹദീസ്, വഖദ് ബയ്യന മഅനാഹു ഫിൽ ഹദീസ്, അതിൻ്റെ അർത്ഥം എന്താന്ന് ആ ഹദീസിൽ തന്നെ വ്യക്തമാക്കപ്പെട്ടു. തർക്കമില്ല. ഇന്നമാ അനദ്ദഹ്റു എന്ന് മാത്രം പറഞ്ഞതാണെങ്കിൽ അവിടെ തന്നെ പറഞ്ഞു എന്താ ഉദ്ദേശം, മുഖല്ലിബുൽ ലൈല വന്നഹാർ എന്ന് അവിടെ തന്നെ വന്നു. വതഖ്ലീബുഹു തസറുഫുഹു തആല, തഖ്ലീബ് ഉഖല്ലിബു, ഞാൻ മാറ്റിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ തസറുഫുഹു, അവൻ്റെ കൈകാര്യകർത്തൃത്വമാണ്. ഫീഹി, അതിൽ ബിമാ യുഹിബ്ബുഹു നാസു വയക്റഹൂനഹു, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം വെറുപ്പുള്ളതാവാം, അതെന്തോ നോക്കാതെ അല്ലാഹു തആലയാണ് ഇതിനെ കൈകാര്യം ചെയ്തെന്നാണ് ഉദ്ദേശം. ഫല്ലദി യലീഖു ബിൽ മുസ്ലിമീൻ, അവിടെ മുസ്ലിമിന് ഏറ്റവും അനുയോജ്യമായത് തജന്നുബു മിസ്ല ഹാദിൽ അൽഫാൽ, ഇത്തരം പദങ്ങളൊക്കെ ഒഴിവാക്കുക. കാലത്തെ ചീത്ത പറയുന്ന ആക്ഷേപിക്കുന്ന പദപ്രയോഗങ്ങൾക്ക് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. വഇൻ കാന യഅ്തഖിദു അന്നല്ലാഹു അൽ മുതസർരിഫ്, അള്ളാഹുവാണ് കൈകാര്യകർത്താവ് എന്ന് വിശ്വസിക്കുന്നുവെങ്കിലും ശരി, ഒരു ന്യായം പറയാം, ഞാനിപ്പോൾ കാലമാണ് മുദബ്ബിർ വിശ്വസിക്കുന്നില്ല, എൻ്റെ വിശ്വാസം മുദബ്ബിർ അള്ളയാണെന്ന് തന്നെയാണ്, ഇതൊരു വാക്ക് പറഞ്ഞതാണ്, എന്നാലും ശരി ഇത്തരം പദങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ലാക്കിൻ ഫി തജന്നുബിഹാ ഇബ്തിആദുൻ അൻ മുശാബഹത്തിൽ കുഫാർ, ഇത് ഒഴിവാക്കുന്നതിലുണ്ട് കാഫിറുകളോട് അവിശ്വാസികളോടുള്ള സാദൃശ്യപ്പെടൽ, അതിൽ നിന്ന് അകന്നു നിൽക്കലുണ്ട്. വലൗ ഫിൽ അൽഫാദി, അത് ലഫ്ദുകളിൽ ആണെങ്കിൽ പോലും, ഒരു പദത്തിലാണെങ്കിലും കുഫാറിനോട് മുശാബഹത്ത് വേണ്ട, അവിടെ സാദൃശ്യപ്പെടേണ്ടതില്ല. വഫീ ദാലിക ഹിഫാദുൻ അലൽ അഖീദത്തി, അതോടൊപ്പം അഖീദയെ സംരക്ഷിക്കലുമുണ്ട്. വതഅദ്ദുബുൻ മഅല്ലാഹി സുബ്ഹാന, പടച്ച റബ്ബിനോട് പാലിക്കേണ്ട അദബ് പാലിക്കലും അതിലുണ്ട്. മൂന്ന് കാര്യം ഇത്തരം വാക്ക് ഒഴിവാക്കി കിട്ടുന്നത്. ഒന്ന്, കുഫാറിനോട് സാദൃശ്യപ്പെടാതിരിക്കുക, ഓരാണ് അങ്ങനെ ഉപയോഗിച്ച ആളുകൾ. രണ്ട്, അഖീദ തെറ്റിപ്പോകാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ സൂക്ഷ്മത അതിലുണ്ട്. മൂന്ന്, പടച്ച റബ്ബിനോട് പാലിക്കേണ്ട അദബുകൾ പാലിക്കലും അതിലുണ്ട്. ഇനി ഒമിൻ ജിൻസി മസബ്ബത്തി ദഹ്രി, കാലത്തെ ചീത്ത പറയുക എന്നതിൻ്റെ അതേ ഗണത്തിൽപ്പെട്ടതാണ് മസബ്ബത്തു രീഹി, കാറ്റിന് ചീത്ത പറയൽ. കാറ്റടിച്ചാൽ കാറ്റിന് ചീത്ത പറയും, ഭയങ്കര നശിച്ച കാറ്റ്, ദുഷിച്ച കാറ്റ് എന്ന് പറഞ്ഞ് കാറ്റിന് ചീത്ത പറയുക. വഖദ് വറദ നഹിയു അൻഹാ, അതും വിരോധം വന്നിട്ടുണ്ട് ഫിൽ ഹദീസ്, ഹദീസ് നബി ഞങ്ങൾ പറഞ്ഞാണ് കാറ്റിന് ചീത്ത പറയരുത്. അല്ലദീ റവാഹു തിർമിദിയു വസഹഹു, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തു, അദ്ദേഹം സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. അൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറഞ്ഞുവെന്ന് ഉബയ്യ് ഇബ്നു കഅബ് പറഞ്ഞതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നു. ലാ തസുബ്ബു റീഹ, നിങ്ങൾ കാറ്റിനെ ചീത്ത പറയരുത്. ഫൈദാ റഅയ്തും മാ തക്റഹൂൻ, നിങ്ങൾക്ക് പ്രയാസമുള്ള വെറുപ്പുള്ളത് നിങ്ങൾ കണ്ടാൽ, കാറ്റടിച്ചു ഭയങ്കര ശക്തമായ കാറ്റ് വലിയ നാശം ഭയക്കുന്നു, ഒന്നാകെ മരങ്ങൾ വീഴുമോ വീടിന് പരിക്കേറ്റുമോ, ഇങ്ങനെ ഒരു പ്രയാസമുള്ള പലതും കാറ്റുകൾ കാണുന്നു എങ്കിൽ ഫഖൂലു, നിങ്ങൾ പറയുക അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി റീഹി വഖൈരി മാ ഫീഹാ വഖൈരി മാ ഉമിർതു ബിഹി വനഊദു ബിക മിൻ ശർരി ഹാദിഹി റീഹി വശർരി മാ ഫീഹാ വശർരി മാ ഉമിർതു ബിഹി എന്ന് നിങ്ങൾ പറയുക. കാറ്റിന് ചീത്ത പറയല്ല വേണ്ടത്. കാറ്റിന് അയച്ചതാരാ? അള്ളാഹുവാണ്. അത് അള്ളാഹു തആലക്ക് ഉദ്ദേശം ഉണ്ടാവും. ആ കാറ്റയച്ചതിൽ അള്ളാഹ്ക്ക് ഉദ്ദേശം ഉണ്ടാവും. ചിലപ്പോൾ ഒരു വിഭാഗത്തിന് അത് നിഅമത്തായിരിക്കും, മറ്റൊരു വിഭാഗത്തിന് അത് അദാബായിരിക്കും. ഇപ്പം ആദ്യ സമൂഹത്തിൻ്റെ മേൽ കാറ്റടിച്ചു, അപ്പോൾ നശിപ്പിക്കാനായിരുന്നു, അവർക്ക് അദാബാണ്. എന്നാൽ ആ നബിക്കും അനുയായികൾക്കോ അതൊരു അനുഗ്രഹമായിരുന്നു. വെള്ളപ്പൊക്കമുണ്ടായി നൂഹ് നബിയുടെ കാലത്ത്, ആ അവിശ്വാസികൾക്ക് അതൊരു അദാബാണ്. നൂഹ് നബിക്കും അനുയായികൾക്കും അതൊരു ദുആക്കളുടെ ഇജാബത്താണ്. അബ്ബേ ഭൂമിയിൽ ഒരാളെയും ബാക്കി വെക്കിയല്ല പ്രാർത്ഥിച്ചല്ലോ, ആ ദുആക്കളെ ഇജാബത്തായി കിട്ടിയതാണ് അവരെ സംബന്ധിച്ചത്. അപ്പം അതിന് മൊത്തത്തിൽ ആക്ഷേപിച്ചാലോ
അത് പറ്റൂല. അപ്പം നമുക്ക് പ്രയാസമുള്ളത് കാണുന്നുവെങ്കിൽ, നമുക്കതുകൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും കട്ടപ്പാടുമൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹുവേ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി റീഹ്, അപ്പോൾ ഈ കാറ്റിൻ്റെ എല്ലാ ഖൈറും ഞാൻ എന്നോട് ചോദിക്കുന്നു. വഖൈരി മാ ഫീഹാ, അതിലുള്ള എല്ലാ ഖൈറും. വഖൈരി മാ ഉമിറത്ത് ബിഹി, അതുകൊണ്ട് ആ കാറ്റിനോട് എന്തെല്ലാം ഖൈറിനാണോ കൽപ്പിച്ചത് ആ ഖൈറും ഞാൻ എന്നോട് ചോദിക്കുന്നു റബ്ബേ. വനഊദു ബിക മിൻ ശർരി ഹാദിഹി റീഹ്, ഈ കാറ്റിൻ്റെ എന്തെല്ലാം ഷർറുണ്ടോ അതിൽ നിന്ന് ഞാൻ എന്നോട് കാബില തേടുന്നു. വശർരി മാ ഫീഹാ, ആ കാറ്റിൽ നിക്ഷേപിച്ച എല്ലാ ഷർറിൽ നിന്നും. വശർരി മാ ഉമിറത്ത് ബിഹി, എന്തെല്ലാം ഷർറിനാണോ ആ കാറ്റിനോടുള്ള കൽപ്പന ആ ഷർറിൽ നിന്ന് എന്നോട് ഞാൻ കാബില തേടും. അപ്പം അല്ലാഹ് കാറ്റിനെ അയച്ചത് ചിലപ്പോൾ ഷർറുമായിട്ടായിരിക്കും, ഒരു വിഭാഗത്തിന് ഷർറ് ബാധിക്കണം, അതിനു വേണ്ടി അതൊരു കാറ്റയച്ചതായിരിക്കാം. എന്നാൽ റബ്ബേ ആ ഷർറ് എന്നെ ബാധിക്കല്ല, ആ ഷർറിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് റബ്ബിനോട് പറയാം. അള്ളയാണ് അയച്ചത്, അള്ളാഹ് അയച്ചു, അള്ളാഹ് കാറ്റിനോട് കൽപ്പിച്ചു എന്നെല്ലാം വേണം. എത്ര വേഗത്തിൽ സഞ്ചരിക്കണം, ഏതെല്ലാം പ്രദേശത്തേക്ക് എത്തണം, അത് ആരെയെല്ലാം ബാധിക്കണം, ആർക്കെല്ലാം എന്തെല്ലാം അതുകൊണ്ട് ഉണ്ടാകണം, അത് അള്ളാഹ് കാറ്റിനോട് കൽപ്പിച്ചതാണ്. അതിനപ്പുറം കാറ്റിന് ചെയ്യാൻ പറ്റില്ല. ആ വഴിക്ക് ഞാൻ പോണില്ല എന്ന് തീരുമാനിക്കാൻ കാറ്റിന് പറ്റുമോ? ഇവൻ്റെ വീട് തകർക്കാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ തകർക്കണില്ല, അവൻ പാവാണ് എന്ന് കാറ്റിന് വിചാരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റബ്ബേ നീ എന്ത് ഷർറുദ്ദേശിച്ചുകൊണ്ടാണോ പറഞ്ഞയച്ചത് ആ ഷർറിന് എന്നെ നീ കാക്കണേ. എന്തെല്ലാം ഖൈറിന് വേണ്ടിയാണോ നീ ആ കാറ്റിനെ യോഗിച്ചത് ആ ഖൈറെല്ലാം നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. മഴയുടെ മുന്നോടിയായി കാറ്റ് വരുന്നുണ്ട്, അത് സന്തോഷ വാർത്തയാണ്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ചില ദുആക്കൾ ഇജാബത്തായിട്ട് പക്ഷേ കാറ്റ് വന്നേക്കാം, മഴ പെയ്തേക്കാം. മഴ പെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവും, അതോടൊപ്പം ചിലപ്പോൾ അതൊരു അദാബായി മാറുകയും ചെയ്തേക്കാം. ആ ഖൈറിന് റബ്ബിനോട് ചോദിക്കുക, അതേ ഷർറിന് റബ്ബിനോട് കാവലിനെ തേടും. അതാണ് ചെയ്യേണ്ടത് നബി തങ്ങൾ പറഞ്ഞു. കാരണം കാരണം കാറ്റ് ഇന്നമാ തഹുബ്ബു ബി അംരില്ലാഹി വതദ്ബീരിഹി, റബ്ബിൻ്റെ കൽപ്പന പ്രകാരവും അവൻ്റെ നിയന്ത്രണ പ്രകാരവുമാണ് കാറ്റടിച്ച് വീശുന്നത്. ലിഅന്നഹു വല്ലദീ ഔജദഹാ, അല്ലാഹുവാണ് ആ കാറ്റിനെ ഉണ്ടാക്കിയത്. വഅമറഹാ, അതുകൊണ്ട് കൽപ്പിച്ചത്. ഫമസബ്ബതുഹാ, അതിനെ ചീത്ത പറയൽ മസബ്ബത്തുൽ ഫാഇൽ, അത് ചെയ്തവനെ ചീത്ത പറയലാണ്. വഹുവ അല്ലാഹു സുബ്ഹാനഹു, അത് അല്ലാഹുവാണ്. കമാ തഖദ്ദമ ഫീ സബ്ബിൽ ദഹർ, നേരത്തെ പറഞ്ഞല്ലോ കാലത്തെ ചീത്ത പറയൽ, അതുപോലെ തന്നെയാണ് കാറ്റിന് ചീത്ത പറഞ്ഞാലും മഴയെ ചീത്ത പറഞ്ഞാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ലിഅന്ന സബ്ബ റീഹി വസബ്ബ ദഹരി, കാറ്റിന് ചീത്ത പറയലും കാലത്തെ ചീത്ത പറയലും എല്ലാം യർജിആനി ഇലാ മസബ്ബത്തിൽ ഖാലിഖ്, സട്ടാബിനെ ചീത്ത പറയുന്നതിലേക്കാണ് മടങ്ങുന്നത്. അല്ലദീ ദബ്ബറ ഹാദിഹിൽ കായിനാത്ത്, ഈ പ്രപഞ്ചങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബിനെയാണ് അവൻ ചീത്ത പറയുന്നത്. സുമ്മ അർശദഹുമുൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം അത് പാടില്ല. നബി പറഞ്ഞു കാറ്റിന് ചീത്ത പറയരുത്. അത് പറയുക മാത്രമല്ല, സുമ്മ അർശദഹും, പിന്നെ നബി അവർക്ക് നിർദ്ദേശം നൽകി. ഇൻദമാ യറൗന മാ യക്റഹൂൻ, അവർക്ക് ഇഷ്ടമില്ലാത്തത് കാണുകയാണെങ്കിൽ, മിമ്മാ യഅതി മഅ റീഹി, ഒരു കാറ്റിൻ്റെ കൂടെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും സംഭവിക്കുന്നതായി കാണുന്നുവെങ്കിൽ അവൻ പറയട്ടെ എന്ത്, ബൈയതവജ്ജഹു ഇലാ ഖാലിഖിഹാ വ ആമിലിഹാ, നബി നിർദ്ദേശിച്ചത് ആരാണോ ഈ കാറ്റിനെ അയച്ചത് അവനോട് പറയുക, ആരാണോ കാറ്റിനോട് കൽപ്പിച്ചത് അവനിലേക്ക് മുന്നിടുക. യസ്അലൂഹു, അവനോട് ചോദിക്കുക, മിൻ ഖൈരിഹാ, അതിൻ്റെ ഖൈറ്, വ ഖൈരി മാ ഫീഹാ, അതിലുള്ള ഖൈറും, വയസ്തഈദു മിൻ ശർരിഹാ വ ശർരി മാ ഫീഹാ, അതിലുള്ള എല്ലാ ഷർറിലും അവൻ അയച്ചവനോട് പറയാം. അയച്ചത് അല്ലാഹുവാണ്. ആ കാറ്റിൻ്റെ കൂടെ നമുക്ക് ചില ദുരന്തങ്ങൾ മുന്നിൽ കാണുന്നുവെങ്കിൽ ആരാണോ കാറ്റിനെ യോഗിച്ചത്, ആരാണോ കൽപ്പന കൊടുത്തത് അവനോട് കാവലിനെ തേടുക, അവരുടെ ഖൈറിനെ ചോദിക്കുക എന്ന് നബി ഞങ്ങൾ നിർദ്ദേശിച്ചു. ഫമസ്തുജ്രിബത് നിഅമത്തുൻ ഇല്ലാ ബിത്വാഅത്തില്ലാഹി വശുക്രിഹി, ഏതൊരു നിഅമത്തും വരിക റബ്ബിന് വഴിപ്പെടൽ കൊണ്ടും ശുക്ർ ചെയ്യൽ കൊണ്ടുമാണ്. വലാ ഉസ്തുദ്ഫിഅത് നിഖ്മത്തുൻ, ഒരു പ്രയാസവും ശിക്ഷയും തടയപ്പെടുകയുമില്ല ഇല്ലാ ബിൽ ഇൽതിജാ ഇലല്ലാഹി വൽ ഇസ്തിആനത്തി ബിഹി, റബ്ബിലേക്ക് അഭയം തേടലും റബ്ബിനോട് രക്ഷ തേടലും കൊണ്ടല്ലാതെ ഒരു നിഖ്മത്ത് ഒഴിവാവുകയില്ല. റബ്ബിനോട് ചോദിച്ചിട്ടല്ലാതെ ഒരു ഖൈറുമുട്ട് കിട്ടുകയുമില്ല. അതുകൊണ്ട് ഖൈർ തരുന്നത് അള്ളയാണ്, ഷർറ് തടുക്കുന്നതും അള്ളാഹുവാണ്. കാറ്റിന് ചീത്ത പറഞ്ഞാൽ ഷർറില്ലാതാകുന്നില്ല. പിന്നെ ഒരു കൊടുങ്കാറ്റടിച്ചു ഒന്നാകാം മരങ്ങൾ കടപുഴകി പരിപ്പുറത്തേക്ക് വീണു, ഈ ദുഷിച്ചൊരു കാറ്റിന് ചീത്താനിട്ടുണ്ടെങ്കിൽ ഇതില്ലാതാവോ? ഇല്ല. അയച്ചവനോട് റബ്ബേ ഞാൻ കാവലിനെ ചോദിക്കുന്നു. അപ്പോൾ പക്ഷേ റബ്ബ് കാറ്റിന് നിർദ്ദേശം കൊടുക്കും.
ഓനെ രക്ഷപ്പെടുത്തണം, ഓനത് ബാധിക്കേണ്ടതില്ല എന്ന് അള്ളാഹ് നിർദ്ദേശം കൊടുത്താൽ അത് കാറ്റ് അതനുസരിച്ചാണ് കാറ്റ് പോവുക. ഇനി ഇത് മാത്രമല്ല, ഇത്തരം സൃഷ്ടികൾ ചീത്ത പറയൽ ഫഫീഹി മഫാസിദു, അതിൽ കുറേ മഫ്സത്തുകളുണ്ട്. എന്താ ഒരു വാക്കേ ഉള്ളൂ, വലിയ പ്രശ്നമുണ്ടോ? അങ്ങനെയൊക്കെ പറയാനുണ്ടോ? അതിപ്പോൾ ഒരു വെറുതെ ഒരു വാക്ക് ഒരു വെറും വാക്കായിട്ട് വായിക്കൂടി വന്നു പോണ വാക്കല്ലേ എന്ന് വിചാരിക്കണ്ടെന്ന്. അങ്ങനെ ഇത്തരം സൃഷ്ടികളെ ചീത്ത പറയുന്നതിൽ വ്യത്യസ്തമായ മഫ്സത്തുകൾ ഉണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് അന്നഹു സബ്ബു മാ ലൈസ അഹ്ലൻ ലിസബ്ബി, ഒന്ന് ആക്ഷേപിക്കാൻ അർഹത ഇല്ലാത്ത ആക്ഷേപിക്കലാണ്. ഒരു നിരപരാധിയെ ചീത്തയാണ്. ഈ കാറ്റെന്ത് ചെയ്യാം? ഈ കാലം എന്ത് ചെയ്യും? അത് തീരുമാനിക്കാൻ അധികാരമില്ലല്ലോ. അതിന് അള്ളാഹ് അയച്ചതാണ്. അതുകൊണ്ട് ചീത്ത പറയേണ്ടത് ഇതിനല്ല. അപ്പം അർഹത ഇല്ലാത്തതിനെ ആക്ഷേപിക്കലാണ്. ഫൈനഹ മഖ്ലൂഖാത്തുൻ, അവയെല്ലാം സൃഷ്ടികളാണ്. മുസഖറത്തുൻ മുദബ്ബറത്തുൻ, അതെല്ലാം വിധേയപ്പെടുത്തപ്പെട്ടതാണ്, അതെല്ലാം നിയന്ത്രിക്കപ്പെടുന്നതാണ്. സ്വന്തം ഇഷ്ടപ്രകാരം അതിനോട് പോകാൻ പറഞ്ഞതല്ല. വമിൻഹ, അതിൽപ്പെട്ട മറ്റൊരു മഫ്സദത്താണ് അന്ന സബ്ബ ഹാദിൽ അശ്യാഇ മുതളമ്മിൻ ലിശ്ശിർക്കി, ഇതിനെ ചീത്ത പറയുക എന്നുള്ളത് ശിർക്ക് ഉൾക്കൊള്ളുന്ന പദപ്രയോഗം. നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിനെ ചീത്ത പറയുന്ന ശൈലിയാണ്. കാരണം ഫൈനഹു ഇന്നമാ സബ്ബഹ ലിദന്നിഹി അന്നഹ തദുറു വതൻഫഉ മിൻ ദൂനില്ലാഹ്, ഇതൊക്കെ ഉപകാരോപദ്രവം ചെയ്യും എന്ന വിശ്വാസം നമ്മൾ അതിന് ചീത്ത പറയുന്നത്. കാറ്റിന് ചീത്ത പറയുന്നതാണ്, കാറ്റാണ് ഉപദ്രവം ഉണ്ടാക്കുന്ന വിശ്വാസമാണ്. ഏതൊരു കാറ്റ് ഉപദ്രവം ഉണ്ടാക്കുമോ? ഇല്ല. അപ്പം അള്ളാഹു ചെയ്യുന്ന ഒന്നിനെ പടപ്പിലേക്ക് ചേർക്കുന്നു, അത് ശിർക്കിൻ്റെ ഒരു ഭാഗമാണ്. വമിൻഹ അന്ന സബ്ബ ഇന്നമാ യഖഉ അലാ മൻ ഫഅല ഹാദിൽ അഫ്ആല വഹുവ അല്ലാഹ്. മൂന്നാമത്, ഈ ചീത്തകൾ യഥാർത്ഥത്തിൽ ഇത് പ്രവർത്തിക്കുന്നവരെയാണ് ചീത്ത പറയുന്നത്, അഥവാ അള്ളാഹുവിനെയാണ്. വഇദാ ഖാല അബ്ദു ഇൻദ ഹുബൂബി ദീഹി മാ അർസലഹു ഇലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൗലിഹി, കാറ്റടിച്ച് വീശുമ്പോൾ നബി തങ്ങൾ നിർദ്ദേശിച്ച ആ പ്രാർത്ഥന ഏതാ? നബി പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക മിൻ ഖൈരി ഹാദിഹി ദീഹി വഖൈരി മാ ഫീഹാ വഖൈരി മാ ഉമിർത ബിഹി വനഊദു ബിക മിൻ ശർരി ഹാദിഹി ദീഹി വശർരി മാ ഫീഹാ വശർരി മാ ഉമിർത ബിഹി എന്നൊരുത്തൻ പറഞ്ഞാലോ ഫഖദ് ലജഅ ഇലല്ലാഹ്, അവൻ അഭയം തേടിയത് അള്ളാഹുവിലേക്കാണ്. ഖാലിഖി റീഹി, ആ റീഹിൻ്റെ കാറ്റിൻ്റെ സട്ടാവായ അള്ളാഹുവിലേക്കാണ് അഭയം തേടിയത്. വമുദബ്ബിരിഹ വമുസജ്ജിഫിഹ, അതിൻ്റെ നിയന്താവും അതിന് കൈകാര്യകർത്താവുമായ സട്ടാവിലേക്കാണ് അവൻ അഭയം തേടിയത്. വഹാദാ ഹുവ തൗഹീദ്, അതാണ് തൗഹീദ്. വൽ ഇഅ്തിഖാദു സലീം, അതാണ് ശരിയായ അഖീദ. അല്ലദീ യുഖാലിഫു ഇഅ്തിഖാദൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലത്തെ വിശ്വാസത്തിനോട് എതിരാകുന്ന ശരിയായ വിശ്വാസം എന്താണ്? ഇതൊക്കെ വരുമ്പോൾ അതിൻ്റെ സട്ടാവിനോട് അഭയം തേടുക. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, അവൻ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും ഷർറിൽ നിന്ന് റബ്ബേ എന്നോട് കാവലിനെ തേടുന്നു. അതാണ് തൗഹീദ്. ജാഹിലിയ്യ വിശ്വാസമോ ഒന്നിനെ ഷർറ് വരുമ്പോൾ അതിനെ ആക്ഷേപിക്കുക, ഒരു മഖ്ലൂക്കിന് ഷർറ് വരുമ്പോൾ വേറെ മഖ്ലൂക്കിനോട് കാവലിനെ തേടുക, വേറെ മഖ്ലൂക്കിന് അഭയം തേടുക, ഇതൊക്കെ ജാഹിലിയ്യ കാലത്തുള്ളതാണ്. ഒരു മഖ്ലൂക്കിന് ഷർറ് വന്നാൽ വേറെ മഖ്ലൂക്കിലേക്ക് ചെല്ലുക, അത് പൊളിച്ച് ശരിയല്ലാതെ പറഞ്ഞിട്ട് നബി എന്ന് പഠിപ്പിച്ചെന്താണ്? മഖ്ലൂക്കിന് ഷർറിന് ഖാലിഖിനോട് കാവലിനെ തേടുക എന്നാണ്. അതാണ് ഇഅ്തിഖാദു സലീം, ശരിയായ സുരക്ഷിതമായ വിശ്വാസം. അതാണ് വഹാക്കയകുൽ മുസ്ലിമു ദാഇമൻ വഅബദൻ അൽ അഹ്ദാസ്, ഏത് സംഭവ വികാസം ഉണ്ടാകുമ്പോഴും ഒരു മുസ്ലിം പതിവായി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. യർജിഉഹ ഇലാ ഖാലിഖിഹാ, അതെല്ലാം സട്ടാബിലേക്ക് മടക്കുന്നു. വയസ്അലുഹു മിൻ ഖൈരിഹ, അതിലെ ഖൈർ സട്ടാബിനോട് ചോദിക്കുന്നു. വയദ്ഫഅൻഹു ശർറഹ, അത് ഷർറ് തടയാൻ വേണ്ടിയും അവനോട് ചോദിക്കുന്നു. വലാ യുൽഖി ബില്ലൗമി അലൈഹ, അതിനവൻ ആക്ഷേപിക്കുകയില്ല. വയസുബ്ബുഹ, അത് ചീത്ത പറയുകയില്ല. വയുഫസ്സിറുഹ ബിഗൈരി തഫ്സീരിഹ സ്വഹീഹി, ശരിയായ വ്യാഖ്യാനമല്ലാത്ത വ്യാഖ്യാനങ്ങൾ അതിനൊട്ട് നൽകുകയുമില്ല. അതാണ് ശരിയായ മുസ്ലിം ചെയ്യുന്ന പണി. വൽയഅലം, അവൻ അറിയട്ടെ, അന്നമാ അസ്വാബഹു മിൻ ഹാദിഹിൽ അഹ്ദാസ്, ഈ കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ അവനെ ബാധിക്കുന്നത് മിമ്മാ യക്റഹു, അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ബാധിച്ചാൽ അത് ഇന്നമാ ഹുവ ബിതഖ്ദീരി മിനല്ലാഹി, അല്ലാഹുവിൻ്റെ ഖദർ പ്രകാരമാണ്. വതസ്ലീത്തുൻ ലഹാ അലൈഹി, അതൊക്കെ അള്ളയാണ് അവൻ്റെ മേൽ അതിന് അധികാരം നൽകിയത്. ഒന്ന് രോഗം വന്നു, ആ രോഗത്തെ ഇവൻ്റെ മേൽ ആധിപത്യം കൊടുത്തതാരാണ്? അള്ളാഹുവാണ്. ഓൻ ദുരന്തമുണ്ടായി, ആ ദുരന്തം അവനെ ബാധിപ്പിച്ചത് അള്ളാഹുവാണ്. ബിസബബി ദുനൂബിഹി, ഇവൻ്റെ പാപങ്ങൾ കാരണമായിട്ടായിരിക്കാം ഒരു പക്ഷേ
അല്ല അങ്ങനെ ചെയ്തത്. അത് വരും, പാപം കാരണമായി പരീക്ഷണങ്ങൾ വരും. അല്ല, അവിടെ കാലം ദുഷിച്ചത് ഇന്നാദില്ല ഫസദന്നാസ്, ജനങ്ങൾ നശിച്ചിരിക്കുന്നതാണ്. മറ്റു പറഞ്ഞിട്ട് സ്വഹാബി പറയില്ല, ഒരു സ്വഹാബി ഒരു അബദ്ധത്തിൽ പോലും അങ്ങനത്തെ വാക്ക് ഉപയോഗിക്കില്ല. മാറി നിന്ന് അവരെ ശല്യപ്പെടുത്തി. ആറ്റിക ബി പള്ളിയിൽ പോകുമ്പോൾ ഉമർ ഖത്താബ് ഇഷ്ടമല്ല പള്ളിയിൽ പോകാൻ. ആറ്റിക പൊതുവെ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയാണ്. ആറ്റിക ബിയുടെ 4ാമത്തെ ഭർത്താവാണ് ഉമർ ഖത്താബ്. അതിന് മുമ്പ് 3 ആൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, 3 ആളും മരിച്ചു പോയതാണ്. 4ാമത്തെ ഭർത്താവാണ് ഉമർ ഖത്താബ്. ഉമർ ഖത്താബും പിന്നെ വഫാത്തായി. 5ാമത്തെ ഭർത്താവായിരുന്നു സുബൈർ ബിൻ അവ്വാം. അദ്ദേഹം കൊല്ലപ്പെട്ടു. 6ാമത് വിവാഹത്തിന് ശ്രമം വന്നപ്പോൾ അവർ പറഞ്ഞു, ഇനി ആ വിവാഹം ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം നല്ല സൗന്ദര്യമുള്ള, നല്ല തൻ്റെ ഇടമുള്ള, പക്വതയുള്ള സ്ത്രീയായിരുന്നു ആയിത്തിക റളിയല്ലാഹു അൻഹ. ഉമർ ഖത്താബ് വിവാഹം അന്വേഷിച്ചപ്പോൾ അവർ 3 നിബന്ധന വെച്ചു. 1, എൻ്റെ മുഖത്തടിക്കാൻ പാടില്ല. 2, എൻ്റെ അവകാശങ്ങളൊന്നും തടയാൻ പാടില്ല. 3, നബിയുടെ പള്ളിയിൽ പോയി ഞാൻ നിസ്കരിക്കലുണ്ട്, അത് തടുക്കാൻ പാടില്ല. ഇല്ല, അവർ ഡിമാൻഡ് വെച്ചു. അറബികൾ പൊതുവെ പഴയ കാലത്തൊക്കെ സ്ത്രീകൾ ധാരാളം അടിക്കുമായിരുന്നു. ഇസ്ലാമിൽ ആദ്യകാലത്തും സ്ത്രീകൾ നന്നായി അടിക്കൽ അവിടെ അറബികൾ ഒരു രീതി. ഒന്ന് പറഞ്ഞ 2ാമത്തിനപ്പോൾ ഒരു മുഖത്തടിക്കും. അങ്ങനെ സ്ത്രീകൾ വന്ന് പരാതി പറഞ്ഞു നബിനോട്. അപ്പം നബി പറഞ്ഞു, ചില മനുഷ്യന്മാർ ഭാര്യമാരടിക്കുന്നു, എന്താ പോലെയൊക്കെ കഥ എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചുകൊണ്ട് നബി ഞങ്ങൾ പറഞ്ഞു. അതോടുകൂടി പിന്നെ അടി നിന്നു. അടി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആണുങ്ങളൊന്ന് പരാതി തന്നു. നബി നിങ്ങൾ പറഞ്ഞതോടുകൂടി പിന്നെ ഒരു തരി കയറുകയാണ്. ഞങ്ങൾ പഠിക്കലില്ല, പക്ഷെ അടി നിന്നപ്പോൾ ഇവരൊക്കെ ഇവിടെ തരി കയറുകയാണ് നബി എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരും എന്ന് പരാതി പറഞ്ഞു. അത് ഓരോ നാട്ടിലെ രീതിയായിരിക്കാം. അപ്പം ഇവിടെ ആത്തിക ബീവി നിബന്ധന വെച്ചാണ് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് തടയരുത്. ആ 3 നിബന്ധന അംഗീകരിച്ചിട്ടാണ് അവർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ആത്തിക ബീവി സ്ഥിരമായി പള്ളിയിൽ പോകും. അപ്പോൾ ഉമർ ഖത്താബിന് വ്യക്തിപരമായി അതിൽ താല്പര്യക്കുറവുണ്ട്. തൻ്റെ ഭാര്യ അങ്ങനെ പോണത് ഇഷ്ടമില്ല, പക്ഷേ തടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഉമർ ഖത്താബിൻ്റെ മകൻ അബ്ദുള്ള ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ വാപ്പാക്ക് ഇഷ്ടമില്ലാന്ന്, പിന്നെ എന്തിനാ നിങ്ങൾ പോകണത് ചോദിച്ചു. വാപ്പാക്ക് ഇഷ്ടം, വാപ്പ പോണ്ടാന്നോട്ടെ, വാപ്പ പോണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ലായിരുന്നു. വാപ്പ പോണ്ട പറയണമെങ്കിൽ പിന്നെ പോകില്ല, അത് പറയാത്ത കാലത്തോളം ഞാൻ പോകും. അതിനെന്താ വാപ്പാക്ക് തടസ്സം? മാ യംനഉ അൻ യൻഹാനി, എന്നോട് പോകണ്ടെന്ന് വിരോധിക്കാൻ വാപ്പാക്ക് എന്താ തടസ്സമുള്ളത് ചോദിച്ചു. കെട്ടിയ ഭർത്താവല്ലേ. അപ്പം മോഹൻ പറഞ്ഞേ, യംനഉ ഖൗലു റസൂലില്ലാ, നബി പറഞ്ഞിട്ടില്ലേ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, സ്ത്രീകളെ പള്ളിയും തടക്കാൻ പാടില്ല എന്ന് നബി പറഞ്ഞതല്ലേ. അതാ വാപ്പാക്കളുടെ തടസ്സം തന്നെ. നബിൻ്റെ ആ വാക്കാണ് വാപ്പാക്കളുടെ തടസ്സം. തടയരുത് നബി പറഞ്ഞാൽ പിന്നെ അതിനെതിരെ വാപ്പ ചെയ്യൂല. എന്നാ പിന്നെ ഞാൻ പോകും ചെയ്യുന്നതല്ലേ. അതെ പറയാ ദിവസമുണ്ട്. എന്നാ പിന്നെ ഞാൻ പോകുന്നതാണ്. അതെ കണ്ടീഷനും വെച്ചു. അപ്പം എന്നാ പിന്നെ ഞാൻ പോകും ചെയ്യുന്നതാണ്. അങ്ങനെ അവർ പോയി. അപ്പോഴാണ് ഉമർ ഖത്താബ് ചെറിയൊരു പണി ഒപ്പിച്ചത്. ഇവർ സുബൈക്ക് പോകും, ഇഷാക്കൊക്കെ പോകും, ചിലപ്പോൾ ഇരുട്ടത്തായിരിക്കും പോവുക. അപ്പം പോണ വഴിയിൽ മാറിന്നു, വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പോണ വഴിക്ക് മാറിന്ന്. അങ്ങനെ പോണ വഴിയിൽ മെല്ലെ ഒന്നിന് മുന്നിൽ ചായിട്ട് ഒരു കൊട്ടൊട്ടി. അതോട് പിന്നെ ഒരു പള്ളിയിൽ പോകണില്ല, പിന്നെ പരിക്ക് ഉത്തരക്കേട്. അപ്പം അറിയാത്തപ്പോൾ എന്താ പറ്റി പള്ളിയിൽ പോകാത്ത വെച്ചു. ഇപ്പം പഴയ ആവേശം കാണും, എന്താ പോകാത്ത വെച്ചു. ഇന്നാദില്ല ഫസദന്നാസ്, ആൾക്കാരൊക്കെ പറ്റ നാശമായി. ഇപ്പം അങ്ങനത്തെ ഒരു നിർഭയമായി സ്വസ്ഥമായി പോകാൻ പറ്റിയ അവസ്ഥ ഒന്നും അല്ല. അവിടെ ഞാനിപ്പോൾ പോകണില്ല. അപ്പം ഈ കൊട്ടിയിൽ ഉപകത്താപ്പെന്നുള്ളത് പോലും അറിഞ്ഞിട്ടില്ല. അതാണ് സംഭവം. അപ്പോൾ അവിടെ കാലത്തെ ആക്ഷേപിച്ചിട്ടില്ല. അവിടെ പറഞ്ഞ വാക്ക് ഫസദന്നാസ്, ജനങ്ങളൊക്കെ ഫസാദായിരിക്കുന്നു എന്നാണ് അവരവിടെ പറഞ്ഞ വാക്ക്. ശരി, അതിന് ഉമർ ഖത്താബാണല്ല സുബൈർ അവ്വാമാണെന്നൊക്കെ വേറെ ചർച്ചകളുണ്ട് ഈ നിർത്തിയിൽ. അപ്പം ഇവിടെ അവൻ്റെ പാപങ്ങൾ കാരണമായിട്ടായിരിക്കാം അല്ലാഹു തആല ഇതിനെ അവർക്ക് നേരെ ആധിപത്യം നൽകിയത് എന്നാണോ മനസ്സിലാക്കേണ്ടത്. എനിക്കൊരു പരീക്ഷണം വരുന്നുണ്ടെങ്കിൽ, എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ എൻ്റെ പാപങ്ങൾ ഒരു പക്ഷെ അതിന് കാരണമായിട്ടുണ്ടാവും. പല കാരണങ്ങളാൽ വരാം, എപ്പോഴും ഇതായിക്കോളുന്നില്ല. പല കാരണങ്ങളാൽ പരീക്ഷണങ്ങൾ വരാം. അത് ഒരു കാരണമാണ് പാപങ്ങൾ. അതാണ് ഉമർ ഖത്താബിൻ്റെ കാലത്ത് ക്ഷാമുണ്ടായപ്പോൾ അബ്ബാസ് ദുആ ചെയ്തല്ലോ മഴ കിട്ടാൻ വേണ്ടി.
അദ്ദേഹം നടത്തിയ ദുആയാണ് അല്ലാഹുമ്മ ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിദംബിൻ. റബ്ബേ, പരീക്ഷണങ്ങൾ വരാറില്ല പാപങ്ങൾ കാരണമായിട്ടല്ലാതെ. വലം യുക്ഷഫ് ഇല്ലാ ബിതൗബത്തിൻ, തൗബ കൊണ്ടല്ലാതെ അത് ഒഴിവായി കിട്ടാറുമില്ല. അവിടെ റബ്ബേ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ദുആ ചെയ്യുകയും ആ ദുആ അവസാനിക്കുമ്പോൾ മഴ വർഷിക്കുകയും ചെയ്തു. ഇമാം ബുഖാരി ധരിച്ച സംഭവമാണ് ഇതിൻ്റെ ആകത്തുക. ഈ പറഞ്ഞ പ്രാർത്ഥന ബുഖാരിയിലില്ല, പക്ഷേ ആ സംഭവത്തിൻ്റെ ആകത്തുക സ്വഹീഹ് ബുഖാരിയിൽ കാണാൻ കഴിയും. കമാ ഖാല അല്ലാഹ് പറഞ്ഞു, വമാ അസ്വാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുവെങ്കിലും ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായിട്ടാണത്. എന്നാ വയഅഫു അൻ കസീർ, അതിലധികവും അല്ലാഹു തആല നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു. അപ്പം നിങ്ങൾക്ക് മുസീബത്ത് വരുന്നുവെങ്കിൽ അതിന് കാരണമുണ്ടാകും. ആ കാരണത്തിൽപ്പെട്ടൊരു കാരണമാണ് ഫബിമാ കസബത് ഐദീകും, നിങ്ങളുടെ കരങ്ങൾ ചെയ്തു കൂട്ടിയത് നിമിത്തമായിട്ടാണ് മുസീബത്ത് വരുന്നത്. എന്നാൽ അങ്ങനത്തെ എല്ലാത്തിനും മുസീബത്ത് വരുമോ? ഇല്ല. വയഅഫു അൻ കസീർ, അധികവും അല്ലാഹു തആല നിങ്ങൾക്ക് അഫ്വ് നൽകുന്നു, മാപ്പ് നൽകുന്നു. വഖാല തആല അല്ലാഹു അല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബൻ. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, അല്ലാഹുവാണ് കാറ്റുകൾ അയക്കുന്നവൻ, അങ്ങനെ അത് മേഘത്തെ ഇളക്കി വിടുന്നു. അൽ ആയ. വഖാല തആല വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്, ആ ദിവസങ്ങളെ നാമാണ് മനുഷ്യന്മാർക്കിടയിൽ മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്. അഥവാ വിജയപരാജയങ്ങൾ, യുദ്ധത്തിൽ ചിലപ്പോൾ ജയിക്കും, ചിലപ്പോൾ തോൽക്കും. ഈ ഒരു വിഭാഗം ഒരിക്കൽ ജയിച്ചു, അടുത്ത വർഷം ഇപ്പം പരാജയപ്പെട്ടേക്കാം. ഇത് നാമാണ് ദിവസങ്ങളെ ആളുകളെ ഇങ്ങനെ മാറ്റിമറിച്ചു കൊണ്ടുവരുന്നത്. അല്ലാഹുവാണ് രാവിനെയും പകലിനെയും മാറ്റുന്നത്. ഇന്ന ഫീ ദാലിക ഇബ്റത്തുൻ ലിഉലിൽ അബ്സാർ. ഈ ആയത്തുകളൊക്കെ പഠിപ്പിക്കുന്ന എന്താണ്? ഫൽ അംറു കുല്ലുഹു റാജിഉൻ ഇലല്ലാഹ്, കാര്യങ്ങളെല്ലാം അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്. ഈ സൃഷ്ടികൾക്കൊന്നും തസറുഫില്ല, തദ്ബീറില്ല, ക്രയവിക്രയ അധികാരമില്ല, കൈകാര്യകർത്തൃത്വമില്ല, നിയന്ത്രണാധികാരമില്ല. ഇതെല്ലാം പടച്ച റബ്ബിന്റെ നിയന്ത്രണത്തിന് വിധേയമാണ്. അപ്പോൾ ഒരു സൃഷ്ടിക്ക് ഒരു നിയന്ത്രണാധികാരം പോലും ഇല്ല. അപ്പോൾ എത്ര വലിയ വാക്കാണ് ഒരു ആളെ പറ്റിയാൽ മുതപ്പിൽ ആണെന്നൊക്കെ പറഞ്ഞത്. ലോകം മൊത്തം നിയന്ത്രിക്കുന്നതാണത്. ഇവിടെ അല്ലാഹ് വെച്ചൊരു കാറ്റ് ഒരു മരം കടപുഴക്കി വീഴുമ്പോൾ ആ കാറ്റിന് ആ വിഷയത്തിൽ തസറുഫില്ലായിരുന്നത്. ആ കാര്യത്തിൽ, ആ ഒരു കാര്യത്തിൽ പോലും കാറ്റിന് തദ്ബീറില്ല. അത് അല്ലാഹ് കൽപ്പിച്ചതാണ്, അല്ലാഹ് കൽപ്പിച്ച പണി അത് ചെയ്യുക മാത്രമാണ്. എന്നാൽ അതടക്കം ലോകത്തെ മൊത്തം കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന മുദബ്ബിർ ആലമാണെന്ന് പറഞ്ഞാൽ എത്ര വലിയ ധിക്കാരും എത്ര വലിയ കുഫറും ശിർക്കുമൊക്കെയാണ് അതിലൂടെ വന്നു ചേരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഒന്നുമില്ല, ഇസ്ലാമിൻ്റെ അസ്ലതിന് അവിടെ നഷ്ടപ്പെടുകയാണ്. ശരിക്കും തസവുഫിലൂടെ സംഭവിച്ച അള്ളാഹിനെ മനസ്സിലാക്കിയില്ല, പടച്ചറബിനെ മനസ്സിലാക്കി, അള്ളാഹു തസറുഫ് കൊടുക്കുന്നത് പറഞ്ഞു. ഇതിനൊക്കെ ന്യായം എന്താണ്? അത് അള്ളാഹ് കൊടുത്തു വിചാരിച്ചാൽ മതി, കൊടുത്ത കഴിവാണ് എന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ പറഞ്ഞാൽ പോലെ, ഇവിടെ പറഞ്ഞാൽ മതിയല്ലോ. നബിക്ക് പറയാങ്ങൾ കാറ്റിന് ചീത്തങ്ങൾ, പക്ഷേ കാറ്റിന് സ്വയം കഴിവില്ല, അള്ളാഹ് അതിനാണ്ട് ചുമതലപ്പെടുത്തി വിചാരിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെ ഒരു വകുപ്പേ ഇല്ല. ഇപ്പം അവസാനം പറഞ്ഞല്ലോ, ഇബ്ലീസിനെ നന്നാക്കാനും എനിക്ക് പറ്റും. പ്ലാസ്റ്ററിങ്ങിയ പാട്ട് പതാണല്ലോ. CM മടവൂർ പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസിന് വേണം ഞാൻ നന്നാക്കിക്കോളാം, എനിക്കത് കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. തൽക്കാലം വേണ്ടാച്ചതാണ്. അല്ലെങ്കിൽ ഇബ്ലീസിന് വേണമെങ്കിൽ തൗബ ചെയ്തിട്ട് ഇവിടെ നന്നാക്കിക്കൊണ്ടാണ് എനിക്ക് പറ്റും എന്നാണ്. ഇപ്പോൾ വല്ല തർക്കപ്പത മൂലമാരാടിത് ഇപ്പോൾ 2 ടീമാപ്പത് റൂട്ട് പറഞ്ഞത് ശരിയാണ്, എന്താ കുഴപ്പം? റിഫായി മാലി ഉണ്ടല്ലോ, റിഫായി മാലി ഉണ്ട്, റിഫായി ഷെയ്ഖ് പറയാൻ എനിക്ക് വേണം, ഞാൻ ചാൻസ് ആലോചിച്ച് വാ എന്ന് ഇബ്ലീസിനോട് പറഞ്ഞതാണ്. എനിക്ക് നന്നാകാൻ ചാൻസ് ഉണ്ടെങ്കിൽ എൻ്റെ തരീക്കത്ത് കയറിക്കോ, ഞാൻ എനിക്ക് നന്നാക്കി തരാം എന്ന് റിഫായി ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. റിഫായി മാലി ഇല്ലേ, അത് നമ്മൾ വിശ്വസിക്കണില്ലേ? അപ്പം നമുക്ക് ഇതെന്താ കുഴപ്പം എന്ന് ഒരു കൂട്ടം മൂലന്മാർ. ചെതിരല്ല, അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് വേറെ ചർച്ച. പത വലിയ വിവാദം. അപ്പോൾ ഫൽ അംറു കുല്ലുഹു റാജിഉൻ ഇലല്ലാഹ്, കാര്യങ്ങളെല്ലാം അല്ലാഹുവിലേക്കാണ് മടങ്ങുന്നത്. ഫൽ വാജിബു ഹംദുഹു ഫിൽ ഹാലത്തൈൻ, വാജിബായ എന്താണ്? 2 അവസ്ഥയിലും അല്ലാഹുവിനെ സ്തുതിക്കലാണ്. അതെങ്ങനെ? ഹാലത്തി സറായി വഹാലത്തി ദർറാ, സന്തോഷാവസ്ഥയിലും പ്രയാസാവസ്ഥയിലും 2 അവസ്ഥയിലും അല്ലാഹുവിനെ സ്തുതിക്കുക. കാരണം എന്താണ്? ഈ വിപത്തുകളും പ്രയാസവും വന്നത് അത് എൻ്റെ പാപം കാരണമായിട്ടായിരിക്കാം. അല്ലാഹുവിനെ കുറ്റപ്പെടുത്തില്ല, എൻ്റെ പാപങ്ങൾ കാരണമായി എനിക്കവിടെ പരീക്ഷണം വന്നതാണ്. അപ്പോൾ നമ്മൾ മടങ്ങുക, നമ്മൾ തൗബ ചെയ്യുക, അല്ലാഹുവിലേക്ക് എതിച്ചു മടങ്ങുക എന്നല്ലാതെ അല്ലാഹുവിനെ പഠിക്കാൻ പറ്റുമോ? എന്താ പഠിച്ചോ അങ്ങനെ ഇതല്ല, നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ്. നമ്മുടെ പാപങ്ങൾ കാരണമായി റബ്ബ് നിശ്ചയിച്ചതായിരിക്കാം അത്.
അപ്പൊ ആ റബ്ബിലേക്ക് തൗബ ചെയ്തു മടങ്ങുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. കമാ ഖാല തആല വബലൗനാഹും ബിൽ ഹസനാത്തി വസ്സയ്യാത്ത് ലഅല്ലഹും യർജിഊൻ. നാം ഒരു ഹസനാത്ത് കൊണ്ടും സയ്യാത്ത് കൊണ്ടും പരീക്ഷിച്ചു. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങുന്നവരായേക്കാം. ഒരു മടങ്ങാൻ വേണ്ടി അല്ല ബലാ കൊടുക്കുക, പരീക്ഷണം കൊടുക്കുന്നത്. ആ പരീക്ഷണം ചിലപ്പോൾ ഹസനാത്ത് കൊണ്ടാകാം, ചിലപ്പോൾ സയ്യാത്ത് കൊണ്ടാവാം. എന്തിനാ പരീക്ഷണം? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങി വന്നേക്കാം. ഈ സംഭവിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ വ്യാഖ്യാനം ഇതാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് വേണം ആളുകൾ ചെയ്യാൻ. അപ്പം നമുക്ക് ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുറ്റപ്പെടുത്തുക. നമ്മളെന്തെങ്കിലും ഒരു പാപം ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന തൗഫീഖ് നഷ്ടപ്പെട്ടായിരിക്കാം, എനിക്ക് റബ്ബിന്റെ ഭാഗത്ത് പരീക്ഷണമെന്നായിരിക്കാം, റബ്ബിലേക്ക് കൂടുതൽ മടങ്ങുക എന്നല്ലാതെ അവിടെ അള്ളാനെ ആക്ഷേപിക്കലോ ഈ കാലത്തെ ചീത്ത പറയലോ ഒന്നുമല്ല ചെയ്യേണ്ടത്. അപ്പൊ അതിനർത്ഥം എന്താണ്? നമ്മളൊക്കെ തേഞ്ഞവനാണ്, അല്ല ചെയ്തെന്തോ പഴിച്ചു എന്നല്ലേ. അള്ളാനെ ആക്ഷേപിക്കുന്ന നമ്മളത്തെ കുഴപ്പമൊന്നുമില്ല, നമ്മളൊക്കെ ക്ലിയർ. പക്ഷെ പഠിച്ചോൻ ആ ചെയ്തത് ശരിയായില്ല എന്നാണല്ലോ അള്ളാനെ ആക്ഷേപിച്ചാല്. ഇനി കാലത്തിനെ ആക്ഷേപിച്ചാലോ നമ്മൾ നേരത്തെ പറഞ്ഞു അതും മടങ്ങുന്നത് റബ്ബിനെ ആക്ഷേപിക്കുന്നതിലേക്കാണ്. അപ്പൊ നമ്മളെ കുറ്റം കണ്ടെത്തി, നമ്മളെ കുറവ് കണ്ടെത്തി ഞാൻ ഇന്നെ സംഗതി ചെയ്തുകൊണ്ട് പക്ഷെ റബ്ബിന്റെ തൗഫീഖ് നഷ്ടപ്പെടുത്തി കളഞ്ഞോ, ഇതാ റബ്ബെ ഞാൻ മടങ്ങാം, ഞാൻ തൗബ ചെയ്യാം എന്ന് പറഞ്ഞ റബ്ബിലേക്ക് മടങ്ങലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഫൽ മുഅ്മിൻ യഅലമു, സത്യവിശ്വാസി അറിയുന്നു അന്നമാ അസ്വാബഹു മിമ്മാ യക്റഹു, അവനെ ബാധിച്ച അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇന്നമാ ഹു ബിസബബി ദുനൂബിഹി, അവന്റെ പാപങ്ങൾ കാരണമായിട്ടാണ് എന്ന് അവൻ മനസ്സിലാക്കട്ടെ. ഫയുൽഖി ബില്ലൗമി അലാ നഫ്സിഹി, അവൻ ആക്ഷേപിക്കേണ്ടത് സ്വന്തത്തെ തന്നെയാണ്. ഇതിന്റെ കുഴപ്പമാണ്, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് അല്ലാഹ് എനിക്ക് തന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലാ അല ദഹരി, കാലത്തെ അല്ല ആക്ഷേപിക്കേണ്ടത്. വലാ അല റീഹി, കാറ്റിനെ അല്ല ആക്ഷേപിക്കേണ്ടത്. ഫയതൂബ ഇലല്ലാഹ്, അവൻ ചെയ്യേണ്ടത് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. എന്നാൽ വൽ കാഫിറു വൽ ഫാസിഖു വൽ ജാഹിലു, അവിശ്വാസികൾ, തോന്നിവാസികൾ, വിവരമില്ലാത്തവർ, യുൽഖി ബില്ലൗമി അലാ ഹാദിഹിൽ മഖ്ലൂഖാത്ത്, ആ സൃഷ്ടികളെയാണ് അവൻ ആക്ഷേപിക്കുന്നത്. വലാ യുഹാസിബു നഫ്സ, സ്വന്തത്തെ അവൻ വിചാരണ ചെയ്യുകയില്ല. വലാ യതൂബു മിൻ ദംബിഹി, അവന്റെ പാപത്തിൽ നിന്ന് അവനൊട്ട് തൗബ ചെയ്യുകയുമില്ല. ഓൻ ജാഹിലാണ്, ഓനൊക്കെ തൈഞ്ഞോന്, ഓനൊരു കുഴപ്പമില്ല, ഓൻ ചെയ്തൊക്കെ ക്ലിയറാണ്. പിന്നെ ഇവിടെ ദോഷമുള്ളത് ഈ കാറ്റിനാണ്, ഈ മഴക്കാണ്, അല്ലെങ്കിൽ പഠിച്ചോനാണ് എന്നാണ് അവന്റെ ധാരണ. അത് മിന്റെ ചിന്തയല്ല, അത് കുഫാറിന്റെ ചിന്തയാണ്, അത് മുനാഫിഖിന്റെ ഫാസിഖിന്റെ ചിന്തയാണ്, അത് ജാഹിലിന്റെ ചിന്തയാണ്. മുഅ്മിൻ ചെയ്യലോ എന്ത് വന്നാലും എന്റെ എന്തോ ഒരു ശരീരമില്ലായ്മ കൊണ്ട്, എന്റെ എന്തോ പ്രവർത്തനം കാരണമായി പടച്ച റബ്ബ് എന്നെ പരീക്ഷിച്ചതാണ് എന്ന് മനസ്സിലാക്കി ആ പരീക്ഷണം ഒഴിവാക്കി കിട്ടാൻ അവൻ ചെയ്യേണ്ട തൗബയാണ്. ആ തൗബ അവൻ ചെയ്യണം. കമാ ഖാല ശാഇർ യാ ദഹ്റു വൈഹക മാ അബ്ഖൈത ലി അഹദ അൻത വാലിദു സൂഇൻ തഅകുദുൽ വലദ എന്ന് കവി പറഞ്ഞു. ഒരു കവിയുടെ എല്ലാവരും മരിച്ചു, ആ കവിയുടെ വേണ്ടപ്പെട്ട എല്ലാവരും മരിച്ചു, ആരും ഞാൻ ഒറ്റക്കായി. അപ്പൊ പാടിയ പാട്ട യാ ദഹ്ർ, അല്ലയോ കാലമേ, വൈഹക്, നിനക്ക് നാശം, മാ അബ്ഖൈത ലി അഹദ, നീ എനിക്ക് ഒരാളെയും ബാക്കി വെച്ചില്ലല്ലോ, അൻത വാലിദു സൂഇൻ, നീ ദുഷിച്ച ഒരു പിതാവാണ്, തഅകുദുൽ വലദ, മകനെ തിന്നുന്ന ബാപ്പയാണ് നീ. കാരണം കാലത്തിന്റെ പുത്രന്മാരാണ് ഇവരൊക്കെ. അപ്പൊ കാലം ഒക്കെ ഒന്നാകെ തകർത്ത് കളഞ്ഞു, ഈ വല്ലാത്ത ദുഷിച്ച തന്നെ എന്ന് കവി പറഞ്ഞു. വഖാല ആഖർ ഖുബ്ഹൽ ലിവജ്ഹിക യാ സമാനു ഫഇന്നഹു വജ്ഹുൻ ലഹു ഫീ കുല്ലി ഖബ്ഹിൻ ബിർഖഇ, കാലമേ നിന്റെ മുഖം നശിച്ചു പോകട്ടെ, കാരണം എല്ലാ മോശത്തിലും നിനക്കൊരു മുഖമുണ്ട് എന്ന് മറ്റൊരു കവിയും പാടി. ഇതൊന്നുമല്ല മുഅ്മിനിന്റെ രീതി. ഇത് ജാഹിലീങ്ങൾ പാടും. അള്ളാഹിനെ പറ്റി അറിയാത്ത, ദീൻ അറിയാത്ത, ഖദാ ഖദർ അറിയാത്ത ജാഹിലായ മനുഷ്യൻ, ഫാസിഖായ മനുഷ്യൻ, കുഫാരികളായ ആളുകൾ, അവരൊക്കെയാണ് ഇങ്ങനെ പാടുക. അല്ലാതെ മുഅ്മിൻ അത് ചെയ്യൂല. മുഅ്മിൻ ചെയ്യുക എന്തെങ്കിലും നമുക്ക് ഇഷ്ടമില്ലാത്ത സംഭവിച്ചാൽ, ഇഷ്ടമുള്ളതിന് എതിരായി ഉണ്ടായാൽ അവിടെയൊക്കെ എന്റെ എന്തോ ഒരു ചെയ്തി, എന്റെ എന്തോ ഒരു പാപം, ഞാൻ ചെയ്തെന്തോ ഒരു പ്രവൃത്തി, അത് നിമിത്തമായി റബ്ബെന്നെ പരീക്ഷിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ആ പരീക്ഷണം ഒഴിവായി കിട്ടാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുക, തൗബ ചെയ്യുക, നന്മകൾ വർദ്ധിപ്പിക്കുക, ജീവിതത്തിലൂടെ വല്ല തെറ്റു സംഭവിച്ചുള്ളൂ എന്ന് പരിശോധിക്കുക, ഉണ്ടെങ്കിൽ ആ തെറ്റെന്നൊക്കെ അവൻ മാറി നിൽക്കുക. ഇതാണ് അവൻ ചെയ്യേണ്ടത്. മറ്റതൊക്കെ ജാഹിലീങ്ങളുടെ പണിയാണ്. നസ്അലുല്ലാഹ അൽ ആഫിയത വൽ ബസീറത ഫീ ദീനിഹി. റബ്ബ് നമുക്ക് ഇത്തരം ദുഷിച്ച ചിന്താഗതികളിൽ നിന്നെല്ലാം
ആഫിയത്ത് നൽകട്ടെ. അവന്റെ ദീനിൽ ഒരു ശരിയായ ഉൾക്കാഴ്ച റബ്ബ് നമുക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. അതോടെ 4ാമത്തെ കാര്യം അവിടെ അവസാനിച്ചു. അപ്പൊ ഇതൊക്കെ സാധാരണ നമ്മളൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന, വിശ്വാസമൊന്നും തെറ്റിയിട്ടില്ലെങ്കിലും ശരിയായ വിശ്വാസമുള്ള തൗഹീദുള്ള ആളുകളിൽ പോലും സംഭവിച്ചു പോകുന്ന ചില അബദ്ധങ്ങളാണ് ഇതൊക്കെ. അറിയാതെ അങ്ങനെ പറഞ്ഞു പോകും. അള്ളാഹിനെ പോലും ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ മറ്റു പല മഖ്ലൂഖാത്തിനെയും ആക്ഷേപിക്കുന്ന പദപ്രയോഗങ്ങൾ അറിയാതെങ്കിലും ജീവിതത്തിൽ വന്നു പോവാറുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. ഇല്ല, അത് നമ്മൾക്ക് പറഞ്ഞ കുറച്ച് വിശദമായി വരുന്നുണ്ട്. നമ്മളെ കഥാകഥന ബാബന്നെ വരും. അപ്പൊ കുറച്ച് സംശയങ്ങൾ കുറിയിക്കാൻ എനിക്ക് അറിയാം അന്ന് പറഞ്ഞപ്പോ. അതെ അതെ, എന്നാലും അതെ, അത് അള്ളാന്റെ ഖദർ പ്രകാരമാണ് പറയാം. അള്ളാന്റെ ഖദർ പ്രകാരമാണ്. അള്ളാഹ് നൽകുന്നത് ഷർറല്ല. ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയില്ല. അള്ളാഹ് ഷർറ് തന്നു എന്ന് പറയില്ല. അള്ളാഹ് ഷർറ് തരിക. അള്ളാഹ് ചെയ്തൊക്കെ അല്ലെങ്കിൽ അഹ്സനകുല്ല ഷൈഇൻ ഖലഖഹു, അവൻ സൃഷ്ടിച്ച എല്ലാം അഹ്സന, അവൻ നന്നാക്കിയിരിക്കുന്നു. നമുക്ക് ആപേക്ഷികമായിട്ടത് ഷർറായിട്ടുണ്ടാവും. എന്നാ ആ ഷർറ് ഉണ്ടായത് അള്ളാഹിന്റെ ഖദർ പ്രകാരമല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് ഷർറ് തന്നു എന്നല്ല, റബ്ബ് തന്നൊക്കെ ഖൈറ്. വൽ ഖൈറു കുല്ലുഹു ബിയദിക്, ഖൈറെല്ലാം റബ്ബേ എന്റെ കയ്യിലാണ്. വശ്ശർറു ലൈസ ഇലൈക്, നബി പറയുമായിരുന്നു ഷർറ് റബ്ബിനിലേക്കല്ല. അപ്പൊ ഷർറ് അള്ളാഹുവിലേക്ക് ചേർത്തി പറയില്ല. അതിനർത്ഥം നമുക്കുണ്ടായ ഷർറ് അള്ളാഹിന്റെ ഖദറിന് പുറത്താണെന്നല്ല, നമുക്ക് ഷർറായി മാറി. അതിന് ഈ പറഞ്ഞ മാതിരി കാരണം പറഞ്ഞിട്ടുണ്ടാവും. ആ കാരണം കൊണ്ട് നമ്മൾ ഷർറായി മാറിയതാണ്. അല്ല അള്ളാഹുടെ ഷർറ് കൊടുത്തു എന്ന് പറയാൻ പറ്റും. അള്ളാഹ് കൊടുക്കുന്നതൊക്കെ ഖൈറാണ്. അള്ളാഹ് ചെയ്യുന്നതെല്ലാം ഒരു ഹിക്മത്തിന്റെ സ്ഥാനത്തിലാണ്. നമുക്ക് ഖൈറുണ്ടായാലും ഷർറുണ്ടായാലും റബ്ബിന്റെ ഖദറിന്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ഉണ്ടായത്. അത് ഓക്കെ, അത് പറയാം. അതുകൊണ്ട് ഒരു ഖദി ഖൈരിഹി വശരിഹി എന്ന് പറയാം. എന്നാൽ ഒരു ഖദി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല എന്നില്ല. മദ്രസയൊക്കെ നമ്മൾ പഠിച്ച ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാകുന്നു അല്ല. എന്നാൽ വൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശരിഹി, അത് ഹദീസിൽ വന്നാണ്. വൽ ഈമാനു ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കണം. ഖൈരിഹി വശരിഹി, ഖൈറാവട്ടെ ഷർറാവട്ടെ അത് ഖദറിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് എന്ന് വിശ്വസിക്കണം. എന്നാൽ ഷർറ് അല്ലാഹുവിൽ നിന്നാണ് എന്ന് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. നമ്മൾ ഇത് വരും, അതാക്കത് വിശദമായിട്ട് വരും. നമ്മൾ അന്നൊരു കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗത്തുമ്പോൾ നമുക്കത് വിശദീകരിക്കുകയും ചെയ്യാം. ബറകല്ലാഹു ഫീന ജമീഅ. ഏതായിരുന്നാലും അഖീദ പ്രധാനമാണ്. അതിൽ വരുന്ന പോരായ്മകൾ സംഭവിച്ചേക്കാവുന്ന ഇത്തരം പദപ്രയോഗങ്ങൾ, ചിന്താഗതികൾ എല്ലാം തിരുത്തി ക്ലിയറാക്കി ശരിയായ അഖീദ പ്രകാരം ക്രമീകരിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ 19-ാം തീയതി ചൊവ്വാഴ്ച മഗ്‌രിബിന് ശേഷം അധികാരിത്തൊടിയിൽ വെച്ച് ഒരു അടുത്തുപടിയിൽ നമ്മളൊരു ആദർശ പ്രയാണത്തിന്റെ ഭാഗമായുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. സുബൈർ സലഫി പട്ടാമ്പിയാണ് സംസാരിക്കുന്നത്. പരമാവധി എത്തിപ്പെടാൻ ശ്രമിക്കുക. മഴ ആണെങ്കിൽ പ്രത്യേകിച്ചും വരാം. അപ്പൊ മഴ ആയ പിന്നെ വലിയൊരു ആൾക്കാർ അപ്പൊ മഴയ്ക്ക് സൗകര്യം ഉണ്ട് തന്നെ. അപ്പൊ മഴ ആണെങ്കിൽ പ്രത്യേകിച്ചും വരികയാണ് വേണ്ടത്. അപ്പൊ ആള് കുറേ മനസ്സിലാക്കണം. ഏതെന്നാൽ അങ്ങനത്തെ ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധ നമുക്ക് ആവശ്യമുണ്ടാവണം. മാത്രമല്ല ഇതിലൊക്കെ വേറെ കുറെ ഖൈറുകളുണ്ട്. ഈ ഇൽമിന്റെ മജ്‌ലിസുകൾ എന്നുള്ളത് നമുക്ക് ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ജലീസുഹും, അവരെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളും പരാജയപ്പെടുകയില്ല. നിയ്യത്ത് ശരിയല്ലെങ്കിൽ പോലും, അതിനുവേണ്ടി വന്നതല്ലെങ്കിൽ പോലും എന്നാണ്. എന്നാൽ പോലും ആ ടീമിനെ കൂട്ടത്തിൽ പോയിരുന്നോ പോനത് ലാഭമാണ്. അത്ര വലിയൊരു ഖൈറാകുമ്പോൾ നമ്മളത് നഷ്ടപ്പെടുത്തേണ്ടതില്ല. ആ നിയ്യത്തിൽ പോവുക. നമുക്ക് പാർട്ടി വലുതാക്കണമെന്നല്ല, അതിന് നമ്മളാരും പോകേണ്ട ആവശ്യമില്ല. അത് പോയ മഹാപോയത്വമാണ്. അതിന് നമ്മൾ പോകണ്ട. നമുക്ക് നമ്മുടെ പ്രതിഫലം, നമ്മുടെ പരലോകത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. സ്വാഭാവികമായും അത് ദീന് ഉപകാരപ്പെടും. ആ ദീനിന് വേണ്ടിയുള്ള കൂട്ടായ്മ ആകുന്ന കാലത്തോളം ആ കൂട്ടായ്മക്ക് അത് ഉപകാരം കിട്ടുകയും ചെയ്യും എന്നേ ഉള്ളൂ. എല്ലാ ഖൈറിലും ഭാഗമാക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബറകല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും.